നമസ്കാരം. വനിതാ സംവരണ ഭേദഗതി ബിൽ വോട്ടിനിട്ട് പരാജയപ്പെടുത്തിയ പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച പ്രധാനമന്ത്രിയെ ഇന്നലെ നമ്മളൊക്കെ കണ്ടു. ബജറ്റ് സമ്മേളനത്തിന്റെ അവസാന ഘട്ടത്തിൽ അതിനാടകീയമായി ഭേദഗതി ബിൽ കൊണ്ടുവന്നത് മുതൽ ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ തീർത്തും രാഷ്ട്രീയ പ്രസംഗം വരെയുള്ള സംഭവ പരമ്പര നോക്കുമ്പോൾ കേവലം സ്ത്രീകളുടെ അവകാശം ഭരണത്തിൽ ഉറപ്പിക്കാനുള്ള താല്പര്യത്തിനപ്പുറം വലിയ ലക്ഷ്യങ്ങളുള്ള ഒരു രാഷ്ട്രീയ പദ്ധതിയാണോ എന്ന് സംശയം തോന്നുക സ്വാഭാവികം. ബംഗാളിലും തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുൻപ് നടത്തിയ ഈ രാഷ്ട്രീയ പ്രസംഗത്തിന്റെ മാനങ്ങൾ എന്ത്? വലിയ പദ്ധതികൾ വേറെയും കാത്തിരിപ്പുണ്ടോ? ഈ വിഷയം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് CPM-ൽ നിന്ന് ഡോക്ടർ A. സമ്പത്ത്, ശ്രീ NK പ്രേമചന്ദ്രൻ MP, ശ്രീ TP ജയചന്ദ്രൻ BJP-യിൽ നിന്ന്, ഒപ്പം ഡോക്ടർ G. ഗോപകുമാർ രാഷ്ട്രതന്ത്ര വിദഗ്ധൻ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ A. സമ്പത്ത്, ഇന്നലത്തെ പ്രസംഗം അത്യധികം അപൂർവമായ ഒന്ന് എന്നാണ് എല്ലാവരും കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നത് എന്തോ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് രാജ്യത്തെ ജനങ്ങളോട് പറയാനുണ്ട് എന്നതാണ്. അദ്ദേഹം അതേ മോഡിൽ തന്നെയാണ് സംസാരിച്ചത്. പക്ഷെ പറഞ്ഞത് മുഴുവൻ വനിതാ സംവരണം വേണ്ട എന്ന്, അല്ലെങ്കിൽ അത് നടപ്പാക്കാൻ അനുവദിക്കാത്ത പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുകയാണ്. അത് ബംഗാൾ ലക്ഷ്യമിട്ടാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ പദ്ധതി എന്താണ്? ഇന്നലെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി രാഷ്ട്രത്തോട് നടത്തിയതായി നമ്മൾ അറിയുന്നതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം, അത് വാസ്തവത്തിലൊരു രാഷ്ട്രീയ പ്രസംഗമായിരുന്നു. ആ രാഷ്ട്രീയ പ്രസംഗം എന്നുള്ളത് ഇപ്പോൾ നടക്കാൻ പോകുന്നതായിട്ടുള്ള നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, കേരളത്തിലേക്കുള്ള വോട്ടെടുപ്പ് കഴിഞ്ഞുവെങ്കിൽ പോലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതായ രാഷ്ട്രീയ പ്രസംഗം മാത്രമായിരുന്നു. ഞാൻ ഇതിനോടൊപ്പം ഒരു മിനിറ്റ് എടുത്ത് മറ്റു ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ 131-ാം ഭരണഘടനാ ഭേദഗതി ബിൽ ഇങ്ങനെ മറ്റു രാഷ്ട്രീയ കക്ഷികളുമായി കൂടിയാലോചിക്കാതെ, വിവിധ സംസ്ഥാന സർക്കാരുകളുമായി കൂടിയാലോചന നടത്താതെ വളരെ പെട്ടെന്ന് തിടുക്കത്തിൽ ഈ ബഡ്ജറ്റ് സമ്മേളനത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ അങ്ങനെ അവതരിപ്പിച്ച, അതുതന്നെ വേണ്ടത്ര ഗൃഹപാഠം പോലും ചെയ്യാതെയാണ് എന്നുള്ളത് അവിടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി എനിക്ക് 1 മണിക്കൂർ സമയം തരുമെങ്കിൽ എന്ന് ദയനീയമായി പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു എന്ന് പറഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ, ആ വ്യവസ്ഥയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 18-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം 400-നപ്പുറമുള്ള സീറ്റുകൾ ലക്ഷ്യമിട്ട് പോയി 200-നടുത്തേക്ക് എത്തി. പിന്നെ 2 പ്രാദേശിക കക്ഷികളുടെ പിന്തുണയോടുകൂടി അധികാരത്തിലെത്തിയ ഈ ഒരു സർക്കാരിന് 19-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം. 2029 അതിന് മുമ്പ് നടന്നില്ല എങ്കിൽ 2029. ആ 2029 തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ ഈ മണ്ഡല പുനർനിർണയം തങ്ങൾക്കനുകൂലമായി കൊണ്ടെത്തിക്കുക എന്നുള്ളത്, ഈ അമേരിക്കൻ ഐക്യനാടുകളിൽ ഒരു ചൊല്ലുണ്ട്, അവിടെ നിന്നാണ് അത് വന്നത്, ഈ രാഷ്ട്രമീമാംസയിൽ ജെറി മാൻഡറിങ് എന്ന് പറയും. ആ ജെറി മാൻഡറിങ് നടത്തുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഇന്ത്യയിലെ സ്ത്രീകളെ ബന്ദികളാക്കുക, ഞാൻ ആ പദപ്രയോഗം ഉപയോഗിക്കുകയാണ്. ഞാനും ഗോപകുമാർ സാറും മറ്റൊരു ചർച്ചയിൽ, പ്രത്യേകിച്ചും ദൂരദർശനിലെ ചർച്ചയിൽ ഞാൻ ഈ പദം തന്നെ ഉപയോഗിച്ചതാണ്. അവരെ ഹോസ്റ്റേജുകളാക്കി അത്തരത്തിൽ മാറ്റിക്കൊണ്ട് ഇങ്ങനെയാണിത് കൊണ്ടുവന്നത്. വനിതാ സംവരണ ബില്ലിൻ്റേത് 3 വർഷത്തിന് മുമ്പ് 2023-ാം ആണ്ടിൽ തന്നെ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും ഏതാണ്ട് ഏകകണ്ഠമായി, അപൂർവം ചില MP-മാരുടെ എതിർപ്പ് ഒഴിച്ചാൽ ഈ പറയുന്ന മറ്റൊരു എതിർപ്പുമില്ല, ഏതാണ്ട് ഏകകണ്ഠമായി പാസ്സാക്കിയതാണ്. അതങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായി കഴിയും. അതിന് ഈ ഡീലിമിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസുമായി ബന്ധപ്പെടുത്തേണ്ടുന്നതായ ഒരു കാര്യവുമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിൽ മറ്റു ചില വിഷയങ്ങളുണ്ട്. അത് ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടതാണ്. ഞാനത് പിന്നീട് തുടർന്ന് പറയാം. സംസ്ഥാനങ്ങളില്ലാതെ യൂണിയൻ ഇല്ല. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് ദ വിംസ് ആൻഡ് ഫാൻസീസ് ഓഫ് ദ യൂണിയൻ ഗവൺമെൻറ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് അപകടകരമാണ്. ഇനി എന്തുകൊണ്ട് പ്രതിപക്ഷം എതിർത്തു എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന ഒറ്റ സെക്കൻഡേ ഉള്ളൂ. ഈ കാര്യത്തിൽ ഞാൻ പറയാം. ഓർമ്മയുണ്ടോ, ഭരണഘടനാ ഭേദഗതിയോടുകൂടിയാണ് GST കൗൺസിൽ നിലവിൽ വന്നത്. അന്ന് ഞാനും ലോക്സഭാ അംഗമാണ്. ഞങ്ങളടക്കമുള്ള ആളുകൾ അന്ന് കക്ഷിഭേദമന്യേ ഏതാണ്ട് എല്ലാവരും, തമിഴ്നാട്ടിൽ നിന്നുള്ള അപൂർവം ചില MP-മാരൊഴികെ GST കൗൺസിലിന് അനുകൂലമായി അതിനുവേണ്ട ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടി വോട്ട് ചെയ്തവരാണ്. എന്നിട്ട് എന്തായി? ഭരണഘടനാ ഭേദഗതി ഉണ്ടാവുന്നതോടുകൂടി തന്നെ വരുന്നത് GST കൗൺസിലിൻ്റെ അനുവാദവും മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നിയമനിർമ്മാണങ്ങളിൽ പിന്നീട് ഇന്ത്യയുടെ ഗവൺമെൻറ്റിന് ഒരു കേവല ഭൂരിപക്ഷം മതി, അതിനല്ല സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമില്ല. ഇവിടെ 131-ാം ഭരണഘടനാ ഭേദഗതി ആ വിധത്തിൽ പാസ്സാക്കപ്പെട്ടു വന്നു കഴിഞ്ഞാൽ
ഡീലിമിറ്റേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്വൻസീസ്, അത്തരത്തിൽ ഈ ലോക്സഭാ മണ്ഡല പുനർനിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇവിടെ ഇന്ത്യ ഗവൺമെൻറ്റിന് അതിന് തലപ്പത്തുള്ള രാഷ്ട്രീയ കക്ഷിക്ക് അവർക്ക് മേൽക്കോയ്മ കേവല ഭൂരിപക്ഷത്തിൽ ലഭിക്കുമെന്നുള്ളതാണ്. ഇവിടെ ഇന്ത്യയിലെ പ്രതിപക്ഷം കാട്ടിയത് ചരിത്രപരമായ ഒരു ദൗത്യമാണ്, ചെയ്യേണ്ടതായ കാര്യമാണ്. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളതിൽ മോദി സർക്കാരിൻ്റെ കാലത്ത് അത്തരത്തിൽ ആ ഗവൺമെൻറ്റിന് പാർലമെൻറ്റിൽ ഓൺ ദ ഫ്ലോർ ഓഫ് ദ ഹൗസ് അത്തരത്തിലുണ്ടായ പരാജയം എന്നത് ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. ശരി, ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പി നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, ഇപ്പോൾ ഡോക്ടർ സമ്പത്ത് പറഞ്ഞു നിർത്തിയതുപോലെ സാധാരണഗതിയിൽ ചേർന്ന് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേകിച്ച് വ്യത്യസ്ത നിലപാടൊക്കെ പലപ്പോഴും പുലർത്താറുള്ള ഒരു സഖ്യമാണ് പ്രതിപക്ഷത്തുള്ളത്. പക്ഷേ എന്നിട്ടും ഒറ്റ ശബ്ദമായി പ്രതിപക്ഷം ഈ ഭരണഘടനാ ഭേദഗതിയെ ചെറുത്ത് തോൽപ്പിച്ചു, ആ ബില്ലിനെ ചെറുത്ത് തോൽപ്പിച്ചു. പക്ഷേ അതിനപ്പുറത്ത് ആ പാർലമെന്റിൽ നടന്ന സംഭവങ്ങൾക്കപ്പുറത്തേക്ക് BJPക്ക് വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ രാജ്യത്തോടുള്ള അഡ്രസ്, അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് അസാധാരണമാണ്. ബംഗാളിലും തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് വരാനിരിക്കും. ഒരു തെരഞ്ഞെടുപ്പ് റാലിയിലെ പ്രസംഗത്തെ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗമായിരുന്നു അത്. പക്ഷെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രതിപക്ഷത്തെ എങ്ങനെയൊക്കെയാണ് വിമർശിക്കുന്നത്. എന്ത് നല്ല കാര്യങ്ങൾ കൊണ്ടുവന്നാലും അത് എതിർക്കുന്നവരാണ് ഇവിടുത്തെ പ്രതിപക്ഷം. അതിന് അദ്ദേഹം ഉദാഹരണമായി പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതും അതുപോലെയാണ്. ഈ രാജ്യത്തെ സ്ത്രീകളെ വഞ്ചിച്ചു. ഈ ആരോപണ ശരങ്ങളെ നേരിടാൻ പ്രതിപക്ഷത്തിന് കയ്യിൽ മറു ആയുധങ്ങളുണ്ടോ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പാർലമെന്റിൽ നിയമാനുസൃതമായി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി നിയമം. ജനാധിപത്യ സംവിധാനത്തിൽ അതിനെ എതിർക്കാനും തോൽപ്പിക്കാനുമുള്ള അവകാശം പ്രതിപക്ഷത്തിനുണ്ട്, അല്ലെങ്കിൽ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധികൾക്കുണ്ട്. ആ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിച്ചതിൻ്റെ പേരിൽ രാഷ്ട്രീയമായ ആരോപണം ഉന്നയിക്കാൻ ഔദ്യോഗിക സംവിധാനത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായിട്ടുള്ള പ്രശ്നം. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിൽ പോലും ഒരു പ്രധാനമന്ത്രിയും ഈ രൂപത്തിൽ തങ്ങളുടെ കേവലമായ രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടി പ്രതിപക്ഷ നേതൃത്വത്തെയും പ്രതിപക്ഷ നേതാക്കളെയും അല്ലെങ്കിൽ പാർലമെന്റിൽ നിയമാനുസൃതമായി അവരുടെ ജനാധിപത്യാവകാശം വിനിയോഗിച്ചുകൊണ്ടൊരു നിയമത്തെ എതിർത്ത് അവരുടേതായിട്ടുള്ള നീതിയുക്തമായ കാരണങ്ങളുടെ പശ്ചാത്തലത്തിൽ എതിർത്ത് വോട്ട് തോൽപ്പിച്ചതിൻ്റെ പേരിൽ കോൺഗ്രസ് 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 എന്ന് എത്ര പ്രാവശ്യമാണ് ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ കോൺഗ്രസിനെതിരെ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷി അടക്കമുള്ള പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളെ ആക്ഷേപിക്കുന്നതിന്, രാഷ്ട്രീയമായ ആരോപണവും ആക്ഷേപവും ഉന്നയിക്കുന്നതിന് വേണ്ടി ദൂരദർശൻ ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഔദ്യോഗിക സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുക എന്ന ഗൗരവതരമായ കുറ്റം ശ്രീ കപിൽ സിബൽ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എത്രമാത്രം തരം താഴാമോ ആ നിലയിലേക്ക് തരം താഴുന്ന ഒരു സ്ഥിതിയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയിലൂടെ രാജ്യം കണ്ടത്, രാജ്യം ശ്രദ്ധിച്ചത്. ഇനി രണ്ടാമത്തെ പ്രശ്നം, ഇനി അങ്ങനെ ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു അഭിസംബോധന നടത്തുമ്പോൾ സംസ്ഥാനത്ത് 2 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കുകയാണ്. 2 ദിവസം കഴിയുമ്പോൾ നടക്കുകയാണ്. ബംഗാളിലും അതുപോലെ തന്നെ തമിഴ്നാട് അടക്കമുള്ള 2 ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ദൂരദർശൻ അടക്കമുള്ള ഔദ്യോഗിക സംവിധാനങ്ങളെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗം ചെയ്തുകൊണ്ട് പച്ചയായിട്ടുള്ള രാഷ്ട്രീയ പ്രചരണത്തിനും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും വേണ്ടി ഔദ്യോഗിക സംവിധാനങ്ങളെ വിനിയോഗിക്കുന്നത്. സത്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുവോമോട്ടോ കേസെടുക്കേണ്ടതാണ്, നടപടി സ്വീകരിക്കേണ്ടതാണ്. ഒരു നടപടിയും സ്വീകരിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഇതാണ് ഇന്ന് രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പോക്ക്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സ്ത്രീ അല്ലെങ്കിൽ വനിതാ സംവരണ നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് ഒരുപാട് മാനങ്ങളുണ്ട്. അതിലിപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അടക്കം BJP അടക്കം ഒരു പുതിയ പരിപ്രേക്ഷ്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് 4 വട്ടം ഞങ്ങൾ ചർച്ച നടത്തി. ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ ഐക്യം. ആ ഐക്യം രൂപപ്പെടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസും അതുപോലെ തൃണമൂൽ കോൺഗ്രസും 3 മുന്നണികളായി നേർക്കുനേർ നിന്ന് അതിരൂക്ഷമായ മത്സരത്തിൽ നേരിടുന്ന ഘട്ടത്തിലാണ് തൃണമൂൽ കോൺഗ്രസും ഇടതുപക്ഷവും കോൺഗ്രസും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ബില്ലിനെ ലോക്സഭയിൽ പരാജയപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ എത്രമാത്രം രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയെയും പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തെയും ദുർബലപ്പെടുത്തുന്നതും അപകടപ്പെടുത്തുന്നതുമാണ് 131 ഭരണഘടനാ ഭേദഗതി ബിൽ എന്നുള്ളത് ബോധ്യപ്പെടാൻ വേണ്ടി കഴിയും.
അല്ലെങ്കിൽ ഞാൻ ഞങ്ങൾക്ക് രാഷ്ട്രീയമായ താല്പര്യമാണെങ്കിൽ, രാഷ്ട്രീയമായ ദുരുദ്ദേശമാണ് എന്നുണ്ടെങ്കിൽ തൃണമൂൽ കോൺഗ്രസും അതുപോലെ ഇടതുപക്ഷ പാർട്ടികളും തമ്മിൽ ഈ കാര്യത്തിൽ സഹകരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അതുകൊണ്ട് BJPയും ഗവൺമെന്റും കൊണ്ടുവരുന്ന പ്രചരണത്തെ നിഷ്പ്രയാസം ഞങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും. അതിലൊന്നാമത്തെ പോയിന്റ് ഇത് തന്നെയാണ്. 2023 പാർലമെന്റ്, നേരത്തെ ശ്രീ സമ്പത്ത് സൂചിപ്പിച്ചതുപോലെ, ഐകകണ്ഠേന ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള 106 ഭരണഘടനാ ഭേദഗതി നിയമം, 2023 ആ ഭരണഘടനാ ഭേദഗതി നിയമം 3 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ ബില്ല് അവതരിപ്പിച്ച ദിവസം രാത്രി 16-ാം തീയതി രാത്രി 10 മണിക്കാണ് അസാധാരണമായ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ 2023 106 ഭരണഘടനാ ഭേദഗതി നിയമം നിലവിൽ വന്നതായി കേന്ദ്ര ഗവൺമെന്റ് അസാധാരണ വിജ്ഞാപനത്തിലൂടെ അത് നിലവിൽ വന്നതിന്റെ നോട്ടിഫിക്കേഷൻ ഇറക്കിയത്. ഞാൻ ചോദിക്കട്ടെ, എന്തായിരുന്നു അതിന്റെ പിന്നിലെ താല്പര്യം? എന്ത് ഔചിത്യബോധമാണ്? അതായത് ഒരു നിയമം 2023 33% സംവരണം സ്ത്രീകൾക്ക് ഉറപ്പുവരുത്തുന്ന, വളരെ വ്യക്തമായിട്ടുള്ള, ഒരു തരത്തിലുള്ള അവ്യക്തതയും ആശയക്കുഴപ്പവും ഇല്ലാത്ത അത്തരത്തിലൊരു നിയമം 2023 കൊണ്ടുവന്നതിന് ശേഷം ആ നിയമം നിലവിൽ നിയമം പാർലമെന്റ് പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പിട്ടത് കൊണ്ടായില്ല. ആ നിയമം എന്ന് നിലവിൽ വരും, എന്ന് മുതൽ നിലവിൽ വരുമെന്നുള്ളത് ഗവൺമെന്റ് വിജ്ഞാപനത്തിലൂടെ അത് നോട്ടിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അത് 3 വർഷം ഒന്നും ചെയ്യാതെ ആ ബില്ല് ഭേദഗതി ചെയ്യാണ്. ഈ 2023 33% സംവരണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ബില്ല് ഭേദഗതി ചെയ്തിട്ട് അവിടെ 850 അംഗങ്ങളുടെ പാർലമെന്റായി, ലോക്സഭയായി അതിന്റെ ശക്തി വർദ്ധിപ്പിക്കുക, നിരവധി മറ്റു പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഭരണഘടന ഭേദഗതി ചെയ്യുന്നു. ആ ബില്ല് തന്നെ ഭേദഗതി ചെയ്യാണ്. എന്ത് യുക്തിയാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം? നേരത്തെ എന്ത് ഗൃഹപാഠം നടത്തിയിട്ടാണ് അവർ ഈ ബില്ലുമായി മുമ്പോട്ട് വന്നത്? വലിയ ആശയക്കുഴപ്പവും വീഴ്ചയും ഗുരുതരമായിട്ടുള്ള തെറ്റുമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ 12 വർഷക്കാലം ഈ ഗവൺമെന്റിനെ അടുത്തുനിന്ന് കാണാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു ജനപ്രതിനിധി, പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഇത്രയേറെ ഗുരുതരമായ പരാജയം, വീഴ്ച, അതും ഏറ്റവും 370 വകുപ്പ് ഭേദഗതി ചെയ്തതടക്കമുള്ള സങ്കീർണമായിട്ടുള്ള സംഭവവികാസങ്ങളിലൊക്കെ വിജയകരമായി നിയമനിർമ്മാണം നടത്താൻ കഴിഞ്ഞ BJPയെ പോലെ ഒരു ഗവൺമെന്റ് വല്ലാതെ പകച്ചു നിൽക്കുന്നതാണ്. ആശയക്കുഴപ്പം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു. സത്യത്തിൽ ആ നോട്ടിഫിക്കേഷൻ അന്ന് രാത്രി 10 മണിക്ക് എക്സ്ട്രാ ഓർഡിനറി ഗസറ്റ് നോട്ടിഫിക്കേഷനിലൂടെ നിയമം നിലവിൽ വരുന്നതായി പ്രഖ്യാപിച്ചത്. ഇതെല്ലാം തെളിയിക്കുന്നത് എന്താണ്? കേവലമായ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെയും സ്വാധീനിക്കാൻ വേണ്ടി ഈ പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനം അവസാനിക്കുന്നു. 3, 4, 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിനിടയിൽ ഇത്രയും ഘടനാപരമായ ഒരു വളരെ പ്രധാനപ്പെട്ടതല്ലേ? ഞാൻ 1 സെക്കൻഡ് കൊണ്ട് അവസാനിപ്പിക്കാം. 543 അംഗ ലോക്സഭ, അല്ലെങ്കിൽ നിലവിൽ ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് 550 അംഗങ്ങൾ വരാൻ കഴിയുന്ന ഒരു പാർലമെന്റ്, അതിൻ്റെ എണ്ണം 850 വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യമായിട്ടുള്ള ഭൂരിപക്ഷം തങ്ങൾക്കില്ലാമെന്നറിയാമായിരുന്നിട്ട് പോലും അത്തരത്തിലൊരു ഭേദഗതി നിയമം പാസ്സാക്കണമെന്നും അതുവഴി 33% സംവരണം നൽകണമെന്നും അത് 2029 തെരഞ്ഞെടുപ്പിൽ തന്നെ നൽകണമെന്നും അത്രയേറെ ആത്മാർത്ഥമായ താല്പര്യവും അതിനകത്തൊരു സത്യസന്ധതയും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഭൂരിപക്ഷമില്ല എന്നറിഞ്ഞിട്ടും കോൺഗ്രസിനെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായി ചർച്ച ചെയ്തില്ല? പ്രതിപക്ഷ കക്ഷികളുമായി ചർച്ച ചെയ്തില്ല? എന്തുകൊണ്ടൊരു സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തൊരു സമവായം ഉണ്ടാക്കിയില്ല? അപ്പോൾ അതൊന്നും ചെയ്യാതെ ഇത് നടപ്പാക്കിയതിൻ്റെ പിന്നിൽ കേവലമായ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഈ ബംഗാൾ തെരഞ്ഞെടുപ്പും തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പും മാത്രമല്ല, കുറച്ചുകൂടി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, വരുന്ന വർഷം നടക്കാൻ പോകുന്ന 2027 ആദ്യ ഭാഗത്തിൽ നടക്കാൻ പോകുന്ന UP സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള ഒരു ലോങ് ടേം പൊളിറ്റിക്കൽ അജണ്ടയാണ് ചീട്ട് കൊട്ടാരം തകർന്നു വീഴുന്നത് പോലെ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെന്റിൽ തകർന്നു വീണത്. അതിൽ നിന്ന് രൂപപ്പെടുത്തുന്ന പുതിയ രാഷ്ട്രീയ പരിപ്രേക്ഷ്യം വനിതാ സംവരണത്തെ പ്രതിപക്ഷം എതിർത്ത് പരാജയപ്പെടുത്തി എന്നത് വിലപ്പോകാൻ പോകുന്നില്ല. കാരണം 2023 ഞങ്ങൾ മുമ്പിൽ നിന്ന് എല്ലാ പാർട്ടികളും, നേരത്തെ പറഞ്ഞപ്പോൾ 2 പേർ, ഒവൈസി അസാസുദ്ദീന്റെ നേതൃത്വത്തിലുള്ള 2 പേരൊഴികെ
മുഴുവൻ പാർലമെന്റ് അംഗങ്ങളും, ഇന്ത്യയിലെ മുഴുവൻ പാർട്ടികളും, സമാജ്വാദി പാർട്ടിയും അതുപോലെ RJD ഉൾപ്പെടെയുള്ളവർ, ഇന്നലകളിൽ എതിർത്തു നിന്നിരുന്ന പാർട്ടികൾ അടക്കമുള്ള സകല പാർട്ടികളും സമ്പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് ഐകകണ്ഠേന രാജ്യസഭയും ലോക്സഭയും പാസാക്കിയ നിയമം നിലനിൽക്കുമ്പോൾ ആ നിയമം നടപ്പാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയല്ല, മറിച്ച് മണ്ഡലം പുനർനിർണയം നടത്തി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജെറി മാൻഡറിംഗ് എന്ന് പറയുന്നത് പോലെ അധികാരം സ്ഥിരമായി മറ്റു വഴികളിലൂടെ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നീക്കത്തിനാണ് ഗവൺമെന്റ് നേതൃത്വം കൊടുത്തത്. വനിതാ സംവരണ ബില്ലല്ല പരാജയപ്പെട്ടത്, മണ്ഡലം പുനർനിർണയ ബില്ലാണ് പരാജയപ്പെട്ടത്. വനിതാ സംവരണ ബിൽ ഇപ്പോഴും രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ആ നിയമം ഇനിയും നടപ്പാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അത് നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് തുടർന്നെങ്കിലും സ്വീകരിക്കുകയാണ് വേണ്ടത് എന്നാണ് എന്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം. ശരി, ശ്രീ TP ജയചന്ദ്രൻ, വനിതാ സംവരണം നടപ്പാക്കുക, സ്ത്രീകൾക്ക് ഭരണത്തിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ മുഴുവൻ സ്ത്രീകളുടെയും ആഗ്രഹമാണ്, അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ വികസനം ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് നേരത്തെ ശ്രീ NK പ്രേമചന്ദ്രൻ പറഞ്ഞതുപോലെ 2023 എല്ലാവരും ഒന്നിച്ചു നിന്ന് ആ ബിൽ നിയമമാക്കി മാറ്റിയത്. ആ നിയമം നിലനിൽക്കെ അസാധാരണമായൊരു തിടുക്കം, ഈ അസാധാരണം എന്ന വാക്കാണ് ഈ ഒരു മുഴുവൻ പ്രക്രിയയിൽ ശ്രദ്ധേയമാവുന്നതെന്ന് തോന്നുന്നു. പലതും അസാധാരണമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ഇത്തരത്തിൽ ഒന്നിച്ചു നിന്ന ഒരു അസാധാരണ ഐക്യം പ്രതിപക്ഷത്തും കണ്ടു. ആ തരത്തിൽ അതിനെ തോൽപ്പിച്ചത് അത് ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ പേരിൽ ഇന്നലെ പ്രധാനമന്ത്രി രാജ്യത്തോട് നടത്തിയ അഭിസംബോധന, അത് ഒരു തെരഞ്ഞെടുപ്പ് റാലിക്ക് സമാനമായ ഒരു രാഷ്ട്രീയ പ്രസംഗം എന്നതിൽ സംശയമില്ല. അത്രയ്ക്ക് രാജ്യത്തെ സ്ത്രീകളോട് അത്രയേറെ ഒരു അനുതാപമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ഇത്രയേറെ താല്പര്യമുണ്ടെങ്കിൽ അതിങ്ങനെയാണോ കൊണ്ടുവരേണ്ടത്? എന്തുകൊണ്ട് ഒരു ചർച്ച നടന്നില്ല? അല്ലെങ്കിൽ ഒരു കൂടിയാലോചനയ്ക്ക് ശേഷം ഇത് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇത് തോൽക്കുമെന്ന് സ്വാഭാവികമായി എല്ലാവർക്കും അറിയാമായിരുന്നതാണല്ലോ. അതിനുശേഷം ഇന്നലെ നടന്ന പ്രശ്നം അത് കൂട്ടി വായിക്കുമ്പോഴാണ് ഇതിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളുണ്ടോ എന്ന ചോദ്യം ഇത്രയേറെ ഉയർന്നു വരുന്നത്. ശ്രീജയുടെ ഇൻട്രോയിൽ പറഞ്ഞ ആദ്യ വാചകത്തോട് തന്നെ ഞാൻ വിയോജിപ്പിക്കുകയാണ്. ശ്രീജ ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ ഒരു ആവശ്യമായിട്ടല്ല ഭാരതീയ ജനതാ പാർട്ടി ഇത് കാണുന്നത്. പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിഷ്കൃത ജനാധിപത്യ സമൂഹത്തിൽ ആവശ്യമുണ്ടായിരിക്കേണ്ട അവരുടെ അവകാശമാണ്. അത് ആരുടെയും ഔദാര്യമല്ല എന്ന് ഞാൻ താങ്കളെ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്, താങ്കൾ പറഞ്ഞു അസാധാരണമായ കാര്യങ്ങളെന്ന്. ഞാൻ ശ്രീജ ഉൾപ്പെടെയുള്ള ആളുകളെ ഓർമ്മിപ്പിക്കുന്നത് സാധാരണ പോലെയുള്ള അഴകുഴമ്പൻ ഭരണകൂടങ്ങളുടെ പതിവ് സാമ്പ്രദായിക രീതികളിലേക്ക് മുന്നോട്ട് പോകാനല്ല ഭാരതീയ ജനതാ പാർട്ടിയെ ഈ രാജ്യത്തെ ജനങ്ങൾ അധികാരമേൽപ്പിച്ചിരിക്കുന്നത്. അവിശ്വസനീയമായ അസാധാരണമായ നടപടികൾ നടപ്പിലാക്കി തന്നെയാണ് ഇവരൊക്കെ ഏറെക്കാലം സാധാരണ നടപടികൂടെ ഭരിച്ചു ദാരിദ്ര്യവും പട്ടിണിയും തൊഴിലില്ലായ്മയും സ്ത്രീ വിരുദ്ധതയും ഒക്കെ മുഖമുദ്രയാക്കിയ ഒരു രാഷ്ട്രം സാമ്പത്തികമായി ഇന്ന് 4ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ, വികസിതമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ, ലോകരാജ്യങ്ങളിൽ അംഗീകരിക്കപ്പെടുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ടെങ്കിൽ, 370-ാം വകുപ്പ് ഉൾപ്പെടെയുള്ള മുത്തലാഖ് ഉൾപ്പെടെയുള്ള പാക്ക നടപടികൾക്കെതിരെയുള്ള ശക്തമായ നിലപാടുകൾ, സാധാരണ പോലെയുള്ള പേടിച്ചോടുന്ന ഒരു ഗവൺമെൻറ് അല്ല, ധീരതയാർന്ന നടപടികൾ നടപ്പിലാക്കാനുള്ള കൃത്യതയാർന്ന പദ്ധതികളാണ്. ഞാൻ ബഹുമാനിക്കുന്ന 2 പാനലിസ്റ്റുകളും ഇടയ്ക്ക് പറഞ്ഞു ഇവർ ആരോ വീഴ്ച സംഭവിച്ചിരിക്കുന്നു, എവിടെയൊക്കെ ആശയക്കുഴപ്പമുണ്ട് എന്ന്. ഞാൻ ഈ 2 കൂട്ടരോടും എല്ലാ ബഹുമാനവും നിരത്തി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സർ, വീഴ്ച എവിടെയാണ്, ആർക്കാണ് എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ആശയക്കുഴപ്പം ആർക്കാണ് എന്ന് പ്രധാനമന്ത്രി ഒരു സത്യം തുറന്നു പറഞ്ഞപ്പോൾ തന്നെ ആശയക്കുഴപ്പവും ഭീതിയും ഭയപ്പാടും പ്രതിരോധിക്കാനുള്ള കഴിവും കുറവും ആർക്കാണ് എന്നുള്ളത് ഇപ്പോഴത്തെ വാക്കുകളിലൂടെ നമുക്ക് കൃത്യമാകുന്നു. ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുന്നു സർ, നിങ്ങൾ ജനപ്രതിനിധികളാണ്, ബന്ധപ്പെട്ടവരാണ്, വളരെ കൃത്യമായി ഞാൻ ഓർമ്മിപ്പിക്കുന്നു സർ. The 2023 Nari Shakti Vandan Abhiyan clearly states that the implementation will happen only after the census and delimitation exercises. The government has openly stated it in the parliament. 2024-ലായാലും 26-ലായാലും 31-ലായാലും ഭരണഘടനയുടെ ഈ പദ്ധതികൾ പൂർത്തീകരിക്കാതെ, ഡീലിമിറ്റേഷനും സെൻസസ് നടപടികളും പൂർത്തീകരിക്കാതെ ഇത് നടപ്പിലാക്കുന്ന പ്രശ്നമില്ല എന്ന് പാർലമെന്റ് അസന്നിഗ്ധമായി വിളിച്ചു പറഞ്ഞു. ഇനി നിങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നല്ലോ, നിങ്ങളൊക്കെ അങ്ങ് നിരുപാധികം എല്ലാവരുടെയും ഏകകണ്ഠ്യേന ഈ ബില്ലൊന്ന് വായിച്ചു നോക്കിയാതെയായിരുന്നോ നിങ്ങളൊക്കെ ഒപ്പിട്ടിരുന്നത്? ഈ ക്ലോസുകൾ അതിനകത്തില്ല എന്ന് പാർലമെന്റിനകത്ത് കണ്ണും കാതും ചേർത്ത് നിങ്ങൾ ഇരുന്നില്ലായിരുന്നു? ഇത് ആരുടെയും ഔദാര്യമല്ല സർ. രാജ്യം ഇത്രയും കാലം ഭരിച്ചവർക്ക് തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞിരുന്നോ ഈ ബില്ലിനെ കുറിച്ച്?
നിങ്ങൾക്കിതിന് നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. ആ ഗവൺമെന്റ് അത് കൃത്യമായി നിശ്ചയദാർഢ്യം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നടപ്പിലാക്കിയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനിയിപ്പോ ചിലരുടെ കാര്യം മാസ്റ്റർ ഇടപെടുന്നതുകൊണ്ട് ക്ഷമിക്കണം, ഇത് നടപ്പാക്കണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇത് ഭരണഘടനാപരമായി തന്നെ ഒരു നിയമമായി അവിടെ വന്നു കഴിഞ്ഞു. ഇത് നടപ്പാക്കാൻ ഇപ്പോൾ ഇതാ 3 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു പാതിരാത്രി പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം വരുന്നത്. അവിടെയാണ് ആദ്യത്തെ ചോദ്യം ഉയരുന്നത്. ഇത് സ്വാഭാവികമായും ഈ 2027 സെൻസസ് പ്രക്രിയകൾ പൂർത്തിയാകുമ്പോൾ 2029 മുൻപ് തന്നെ ഇത് നടപ്പാകേണ്ടതാണ്. പ്രശ്നം 2 ചോദ്യങ്ങളാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ നിലവിലുള്ള അംഗസംഖ്യ വെച്ച് നടപ്പാക്കിക്കൂടെ? അത് പറ്റില്ലെന്ന് പറയുന്നു. വേണ്ടത് വേഗത്തിൽ ഈ പ്രക്രിയ വരണം. ഈ വേഗത്തിൽ പ്രക്രിയ വരുന്നതിന് മുന്നിൽ വേറെ എന്തെങ്കിലും താല്പര്യം ഉണ്ടോ എന്നാണ് ചോദ്യം. ശ്രീജയ്ക്ക് ചോദ്യം ചോദിക്കാതെ ഉത്തരം കേൾക്കുന്ന ശീലമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത് പറഞ്ഞ തെറ്റാകുമോ ശ്രീജ? ഞാൻ ശ്രീജ വളരെ വ്യക്തമായി പറഞ്ഞു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. The 2023 Nari Shakti Vandan Abhiyan clearly states that the implementation will happen only after the census and delimitation exercise. This was openly stated in the parliament. The entire ചോദ്യങ്ങൾ ചോദിക്കുന്ന ഉത്തരങ്ങൾക്കായിരിക്കണം. ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിച്ചാൽ അങ്ങേക്ക് ഉത്തരം പറയാനുള്ള സമയം ഞാൻ തരുന്നുണ്ട്. ഞാനൊരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിച്ചു എന്നേ ഉള്ളൂ. അല്ല, ഞാൻ ശ്രീജ, നിങ്ങൾ ചോദിച്ച ഉത്തരം ഞാൻ തുടരുന്നതിനിടയ്ക്ക് മറുചോദ്യം വന്നതുകൊണ്ടാണ്. അല്ലാതെ എനിക്ക് നിങ്ങളോട് മറ്റ് വിയോജിപ്പൊന്നുമില്ല. വ്യക്തിപരമായി നിങ്ങളും ഞാൻ നമ്മുടെ തർക്കവുമല്ല ഇത്. ദ എൻറ്റയർ ഒപ്പോസിഷൻ ഇൻക്ലൂഡിംഗ് ദ കോൺഗ്രസ്, RSP, CPM officially voted in favor of this exact bill. The bill itself clearly states. ഇതിനപ്പുറം എന്താണുള്ളത്? ഇത് വായിച്ചു നോക്കാതെയും അവിടുത്തെ പാർലമെന്റ് ചർച്ചയിൽ പങ്കെടുക്കാതെയും ഇവർ ഒപ്പുവെച്ചത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പം നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കെന്താ? ഇതെന്തോ പ്രധാനമന്ത്രി വലിയ പാതകം ചെയ്തു, അദ്ദേഹം എന്തോ അരുതാത്തത് ചെയ്തു. നോക്കൂ, പ്രധാനമന്ത്രി എന്ത് ചെയ്താലും കപിൽ സിബലും RSPയും CPMഉം ഇങ്ങനെ ബഹളം വെക്കുന്നത് ഇന്നത്തെ പുത്തരിയൊന്നും അല്ലല്ലോ. കപിൽ സിബൽ എത്ര കേസുമായിട്ട് ശ്രീജ കോടതിയിൽ പോയി. ആ കടലാസിന്റെ വില ഏതെങ്കിലും ഒന്നിൽ 370 വകുപ്പ്, മുത്തലാഖ്, നാരീശക്തി അഭിയാൻ, സിന്ദൂർ, GST, ഈ ഗവൺമെന്റ് ഏത് കൊണ്ടുവന്നാൽ ഇവർ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്, തോറ്റു പിന്മാറിയിട്ടുമുണ്ട്. അതുകൊണ്ട് തോൽക്കുന്നത് ആരാണ് എന്ന് നമ്മൾ കാത്തിരിക്കണം. ഇനി ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞാണെങ്കിൽ ഇതേ അനുഭവമല്ലേ ശ്രീജ 2019 മിഷൻ ശക്തി മിസൈൽ പരീക്ഷണം ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കി. 2019 തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് അന്ന് പ്രധാനമന്ത്രി പത്രങ്ങളോട് പറഞ്ഞു, മാധ്യമം ഉപയോഗിച്ച് ഇതേ കാര്യം പറഞ്ഞു. രാജ്യത്ത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് കൃത്യമായിട്ട് പറയുന്നു, ഔദ്യോഗിക പദവി ഉപയോഗിച്ച് വോട്ട് തേടാനോ സർക്കാർ തലത്തിൽ പ്രചരണം നടത്താനോ പാടില്ല. എന്നാൽ രാജ്യത്തെ ബാധിക്കുന്ന അതീവ പ്രാധാന്യമായ പ്രശ്നങ്ങളോ ഗുരുതരമായ പ്രതിസന്ധികളോ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ നൽകുന്നതിൽ യാതൊരു വിലക്കുമില്ല. 2019 ഇതേമാതിരി പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ അല്ലേ എന്ന് രാഷ്ട്രതന്ത്ര വിദഗ്ധനായ ഡോക്ടർ G. ഗോപകുമാറുണ്ട്. ഡോക്ടർ ഗോപകുമാർ, രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന അതിപ്രധാനമായ പ്രഖ്യാപനങ്ങൾ നടത്താൻ പ്രധാനമന്ത്രിക്ക് വിലക്കൊന്നുമില്ല. നമ്മൾ അവിടേക്കല്ല കാര്യങ്ങളെ ചുരുക്കുന്നതെങ്കിൽ പോലും ഇന്നലെ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തെ അങ്ങനെ കാണാൻ കഴിയുമോ എന്നതാണ് എൻ്റെ ഒരു സംശയം. 2, ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഡോക്ടർ സമ്പത്തും ശ്രീ N. K. പ്രേമചന്ദ്രനും പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയ അജണ്ടയെക്കുറിച്ച് പറയാം. പക്ഷേ എൻ്റെ ഒരു സംശയം, BJP മുന്നോട്ട് വെക്കുന്ന ഭരണത്തിലെ സ്ത്രീ പ്രാതിനിധ്യം നിഷേധിക്കുന്നു എന്നൊരു സ്ട്രോങ്ങർ ലോജിക്, അത് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ദീർഘകാല പദ്ധതിയായി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉപയോഗിക്കാനുള്ളൊരു ആയുധമായി BJP മനഃപൂർവ്വം ഉപയോഗിക്കുകയാണോ? നമ്മുടെ ഒരു പാർലമെൻ്ററി സമ്പ്രദായം എന്നുള്ള നിലയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം, അതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം 365 ദിവസവും തീർച്ചയായും ചർച്ചയിൽ മുന്നോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പല്ല നടക്കുന്നത്, അസംബ്ലി തിരഞ്ഞെടുപ്പ്. അത് 5 സംസ്ഥാനങ്ങളിലേക്ക് മാത്രം, 5 സംസ്ഥാനങ്ങളിലേക്ക് മാത്രമായി നിൽക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഈ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വാസ്തവത്തിൽ ഈ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും രാജ്യത്താകമാനം നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ അത് ഏതെങ്കിലും സംസ്ഥാനത്തിനകത്തേക്ക് ആ ചർച്ച വരില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ പ്രധാനമന്ത്രി പ്രസംഗിച്ചൊരു കാര്യം എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന ഒരു പ്രസ്താവനയും പത്രങ്ങളിൽ വരികയോ TV യിൽ ചർച്ചയിൽ വരികയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് വേണമെങ്കിൽ കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ വയലേഷനായിട്ട് ബാധിക്കാം. ദേശീയ പ്രശ്നമാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാം.
അപ്പോൾ അതായിക്കൊള്ളട്ടെ. അപ്പോൾ ചുരുക്കത്തിൽ ഇത് നമുക്ക് തടുക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. ഈ മിഡ് ടേം ഇലക്ഷൻ നടക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം കോൺട്രവേഴ്സീസ് വരുമ്പോൾ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാനും അത് വേണ്ടി വന്നാൽ അതിനെ ചൂഷണം ചെയ്യാനും ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷവും എല്ലാം ചെയ്യും. അപ്പോൾ അത് പാർലമെൻ്ററി പൊളിറ്റിക്സിനകത്ത് ഇത് ഇന്നവിറ്റബിളാണ്. ഒരു നാഷണൽ ഇലക്ഷൻ നടക്കുന്ന സമയത്താണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്തെങ്കിൽ അത് വലിയ തെറ്റ് തന്നെയാണെന്ന് ഞാനും പറയും. ഇപ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചില സംസ്ഥാനങ്ങളിലേക്ക് ഒതുങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ചർച്ച വരുമ്പോൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഭരണകക്ഷിയും പ്രതിപക്ഷവും നടത്തുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ വയലേഷനാണ്. അപ്പോൾ ആര് പറഞ്ഞാലും അത് കുഴപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ആ നിലയ്ക്ക് അതിനെ എടുക്കാൻ നമുക്ക് പറ്റില്ല. പിന്നെ ഭരിക്കുന്ന പാർട്ടിക്ക് ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് ദൂരദർശനും ടെലിവിഷനും ഒക്കെ ഉപയോഗിക്കാനുള്ളൊരു സാഹചര്യമുള്ളപ്പോൾ പ്രത്യേക അഡ്രസ്സായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അത് രാഷ്ട്രീയ സ്വാധീനമായി കണക്കാക്കാം. പക്ഷേ ഈ ചർച്ച ഇവിടെ നടക്കുമ്പോൾ വളരെ പ്രഗത്ഭരായ 2 പാർലമെൻറ്റേറിയൻസ് ഉണ്ട്, ഡോക്ടർ സമ്പത്തും ഡോക്ടർ പ്രേമേന്ദ്രനും, അതേപോലെ BJP നിന്ന് ജയചന്ദ്രനും. ഞാൻ വാസ്തവത്തെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഈ വിഷയം 2 പ്രധാനപ്പെട്ട എലിമെൻറ്റ്സ് ആയിട്ടാണല്ലോ നിൽക്കുന്നത്. ഒന്ന് വനിതകളുടെ സംവരണം, മറ്റൊന്ന് മണ്ഡല പുനർനിർണയം. നമ്മുടെ മുമ്പിൽ 106ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ നിയമം സാധാരണഗതിയിൽ സ്വാഭാവികമായി നടപ്പിലാക്കാനാണ് വിട്ടിരുന്നെങ്കിൽ ഇപ്പോഴങ്ങനെ ആയി. വിട്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ ആയി. കാരണം ഇന്നലെ പരാജയപ്പെട്ടതോടുകൂടി വിട്ടിരുന്നെങ്കിൽ 2027 സെൻസസിൻ്റെ ഡേറ്റയെല്ലാം വന്ന് മണ്ഡല പുനർനിർണയം നടന്നു വന്ന് അത് കംപ്ലീറ്റ് ആകുമ്പോൾ 2034 മാത്രമേ ഇത് രണ്ടും ഒരുമിച്ച് നടപ്പിലാവുകയുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ 2034 33% റിസർവേഷൻ വിമണിനും നടക്കും. 2027 ഡേറ്റ വെച്ച് ഡീലിമിറ്റേഷനും നടക്കും. ഇത് രണ്ടും ഒരുമിച്ച് കൂട്ടിക്കെട്ടിയതാണ് 106ാം ഭേദഗതിയിൽ. നേരത്തെ ജയചന്ദ്രൻ പറഞ്ഞ കാര്യം വാസ്തവത്തിൽ അത് ശരിയാണ്. 106ാം ഭേദഗതിയിൽ ഇത് രണ്ടും കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത്. അന്ന് ഇത് രണ്ടും കൂടെ കൂട്ടി എടുത്തപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചാൽ ഒവൈസിയുടെ പാർട്ടി മാത്രമേ എതിർത്തുള്ളൂ, ബാക്കി എല്ലാവരും യുണൈറ്റഡായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇത് പറയുമ്പോഴും 131ാമത്തെ ഭേദഗതി ബില്ല് കൊണ്ടുവന്നതിൻ്റെ സാങ്കത്യം ഞാനും ആലോചിച്ചിട്ടും എനിക്കും വാസ്തവത്തിൽ വലിയൊരു ധാരണ ഉണ്ടാകുന്നില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ NDA സഖ്യം വേണ്ടത്തെ ഗ്രഹപാഠം ചെയ്യാതെ വളരെ പെട്ടെന്ന് ഇത് പുതിയൊരു ഭേദഗതി കൊണ്ടുവരാൻ തുടങ്ങി. ഈ ഭേദഗതി കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ അതിനെ 2 രീതിയിലും രാഷ്ട്രീയ പാർട്ടികൾ എതിർത്തു. ഒന്ന്, ഞങ്ങൾ വനിതാ സംവരണത്തിന് എതിരല്ല എന്ന് പറയുകയും വേണമെങ്കിൽ 543 കൂടി ചെയ്തോളൂ എന്ന് പറയുന്നു. അപ്പോൾ ആ പറയുന്നതിനകത്ത് ഒരർത്ഥമില്ല. കാരണം 543 നേരത്തെ ചെയ്യണമായിരുന്നെങ്കിൽ ഇത് 2ആക്കി കൊണ്ടുവന്നിരുന്നെങ്കിൽ പ്രശ്നമുണ്ടായിരുന്നില്ല. മാത്രമല്ല പരമ്പരാഗതമായി നമ്മൾ 1996 ചരിത്രം നോക്കിയാൽ ഇപ്പോൾ ഡോക്ടർ സമ്പത്തിന് നന്നായിട്ട് അറിയാമല്ലോ, ഗീതാ മുഖർജിയും മറ്റും വനിതാ സംവരണം കൊണ്ടുവരണമെന്ന് ഏറ്റവും കൂടുതൽ വാദിച്ച് എത്ര പരിശ്രമങ്ങൾ 2004 വരെ നടത്തി. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിലെ പുരുഷ മേധാവിത്വം അത് അംഗീകരിക്കാതിരുന്നത് കൊണ്ടാണ് ഇത് ഇത്രയും വൈകിപ്പോയത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഡീലിമിറ്റേഷൻ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ പുരുഷ മേധാവിത്വമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക്. കാരണം അവരുടെ കോട്ട ഓഫ് സീറ്റ്സ് നഷ്ടപ്പെടുന്നില്ല. പുതുതായിട്ട് വരുന്ന മണ്ഡല പുനർനിർണയം കൂടി വരുന്നത് കൊണ്ട് ടോട്ടൽ നമ്പറിനകത്ത് ഈ 1/3 വിമൺ റിസർവേഷൻ പ്രാവർത്തികമാക്കാൻ പറ്റും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി അതാണ് നടക്കാൻ പോകുന്നത് 2034. പക്ഷേ ഈ ഗവൺമെൻറ് ഇപ്പോൾ കൊണ്ടുവന്ന ഭേദഗതി ബില്ല് അതിനകത്തുണ്ടായ ഒരു കാര്യത്തിലാണ് പ്രതിപക്ഷത്തിന് ഏറ്റവും കൂടുതൽ എതിർപ്പ് വന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന്, എന്തുകൊണ്ട് 2011 സെൻസസ് എന്നൊരു കാര്യം അതിനകത്ത് ആവശ്യപ്പെട്ടു. ആ 2011 സെൻസസ് ആൾറെഡി ഡേറ്റ നമ്മുടെ മുമ്പിലുള്ളതാണ്. അത് കുറച്ച് ഔട്ട്ഡേറ്റഡ് ഡേറ്റയുമാണ്. നമ്മളിപ്പോൾ 2026 നിൽക്കുകയാണ്. 27 ഡേറ്റ വന്നിട്ട് പുതിയത് ചെയ്യാതെ പോരെ. അതിന് മുമ്പ് ഈ 11 കൊണ്ടുവന്നതിൻ്റെ കാര്യം സാങ്കത്യം എന്താണ്? ഒരുപക്ഷെ അതിൻ്റെ ഉദ്ദേശം നിലവിലുള്ള ഡെമോഗ്രഫിക്ക് വലിയ മാറ്റം വരാതെ 2029 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇത് എഫക്റ്റ് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം കൊണ്ടുവരാൻ ശ്രമിച്ചത്. രണ്ടാമതൊരു പരിമിതി ഈ ഗവൺമെൻറ്റിന് ഈ ബില്ലുമായി വന്നപ്പോൾ ഉണ്ടാക്കിയ ഒരു തിരിച്ചടി എന്ന് പറയുന്നത്, ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ പറഞ്ഞു സംസ്ഥാനങ്ങൾക്ക് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈക്വലായിട്ട് 50% വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എനിക്ക് 1 മണിക്കൂർ സമയം തന്നാൽ ഞാനത് ചെയ്യാമെന്ന് അമിത്ഷാ പറയുകയും ചെയ്തു.
പക്ഷെ അത് എന്തുകൊണ്ടാണ് അവിടെ ആ ഗ്രഹപാഠം നേരത്തെ വന്നില്ല? അത് മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികളുടെ ഡോക്ടർ വിശ്വാസം ഗോപകുമാർ, അത് ആ ആർജിക്കേണ്ട ഒരു ബില്ലിലില്ല, ചുമതലയില്ലായിരുന്നോ? ചർച്ചയ്ക്കിടെ പറഞ്ഞു പോയതല്ലാതെ ഇത് ആ ബില്ലിൽ എവിടെയും ഉൾപ്പെടുത്തിയിട്ടില്ല. വളരെ പെട്ടെന്ന് കയ്യിൽ നിന്നിട്ട് പറയാന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അവിടെ വെച്ച് പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമാണ്. പിന്നെ നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ 2011 ആണെങ്കിൽ ബീഹാറും രാജസ്ഥാനും എംപിയും ഡൽഹിയും ഒക്കെ കൂടിയാൽ തന്നെ വലിയൊരു സംഖ്യ കിട്ടും. അതാണ് എന്തുകൊണ്ട് 2011 എന്നതിന് ഉത്തരം അത് തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ഒരു ഡോക്ടർ സമ്പത്ത്, ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഡോക്ടർ ഗോപകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇനി 2034 നിലവിലെ സ്ഥിതി അനുസരിച്ച് ഇനി 2034 തെരഞ്ഞെടുപ്പിലെ ഈ പറയുന്ന 33% സ്ത്രീ സംവരണം എന്നത് ഈ കോഴ്സ് ഓഫ് ടൈമിൽ സാധ്യമാവുകയുള്ളൂ. അങ്ങനെയെങ്കിൽ അത് വൈകിപ്പിച്ചു എന്നതിൻ്റെ ഒരു ധാർമ്മികമായ ഭാരം അത് പ്രതിപക്ഷത്തിന് മുകളിൽ വരില്ലേ? രണ്ടാമത്തെ കാര്യം, ഇനിയിപ്പോൾ ഡീലിമിറ്റേഷൻ വരികയാണെന്ന് പറയും. അപ്പോൾ നമുക്കറിയാം ഡീലിമിറ്റേഷൻ വരുമ്പോഴും നമ്മുടെ കേരളത്തിലെ ജനസംഖ്യയൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ എത്രയായിരിക്കും നമുക്ക് കൂടാൻ സാധ്യതയുള്ളത്, ജനസംഖ്യാനുപാതികമായി എത്ര കൂടുമെന്നൊക്കെ നമുക്ക് ഏതാണ്ട് കണക്കുകളൊക്കെ പലയിടത്തും വരുന്നുണ്ട്. ഈ 50% സീറ്റ് വർധന എന്നൊരു ഓഫർ ഇതിനിടെ ആഭ്യന്തരമന്ത്രി മുന്നോട്ട് വെക്കുമ്പോൾ അത് സ്വീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിന് കുറച്ചുകൂടി നേട്ടമുണ്ടാവുന്നത് ആ പാക്കേജിലാണ്. അപ്പോൾ അത് ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ, നിങ്ങൾക്കിപ്പോൾ നഷ്ടമുണ്ടായില്ലേ എന്ന അടുത്ത ഡീലിമിറ്റേഷൻ കാലത്തും ആരോപണം നേരിടേണ്ടി വരും. ശ്രീജ, ഞാൻ ഒരു 2-3 മിനിറ്റ് എടുക്കുകയാണെങ്കിൽ ദയവായി ക്ഷമിക്കണം. ഒന്നാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ, ചില അപഭ്രംശങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യ ഒന്നാം. 2, ഇന്ത്യ ഭരണഘടന അനുസരിച്ച് തന്നെ ഒരു ഫെഡറൽ രാഷ്ട്രമാണ്. അത് ആർട്ടിക്കിൾ 1 തന്നെ പറയുകയാണ്, ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൽ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ളത്. ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ സീറ്റുകളുടെ കുറവ് മാത്രമല്ല, വോട്ടുകളിലും കുറവുണ്ടായി. ഇന്ന് ഇന്ത്യ ബ്ലോക്ക് എന്ന് വിശേഷിപ്പിക്കുന്നതായിട്ടുള്ള കോൺഗ്രസ് മുതൽ ഇടതുപക്ഷം വരെയുള്ള പാർലമെൻറ്റിൽ ഒരു ഫ്ലോർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അത് വരുന്നത്, അല്ലാതെ ഒരു മുന്നണി എന്നുള്ള നിലയിൽ അതിനെ കാണേണ്ടതായിട്ടില്ല. അതിനു മുമ്പുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ 7% വോട്ടിൻ്റെ വർധനമുണ്ടായി. ഇവർ രണ്ടുപേരും തമ്മിലുള്ള MP-മാരുടെ ലോക്സഭയിലെ എണ്ണത്തിൽ അതിൽ വലിയ അന്തരം ഇല്ല ഇപ്പോഴത്തേത്. ഈ ഏതാനും മണിക്കൂറുകൾ കൊണ്ടോ ദിവസങ്ങൾ കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ ആണോ ഇത്തരത്തിലൊരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും 28 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നിയമസഭകളിലെ ഈ ഡീലിമിറ്റേഷനെ സംബന്ധിച്ചുള്ള കാര്യം ഇങ്ങനെ ഈ ദോശ ചുട്ടെടുക്കുന്നതിനേക്കാൾ ലാഘവത്തോടു കൂടിയാണോ ഇങ്ങനെ കൊണ്ടുവരേണ്ടത്? ബില്ല് അവതരിപ്പിച്ചത് എങ്ങനെയാണ് ശ്രീജ? താങ്കളെ പോലുള്ള മാധ്യമപ്രവർത്തകർ ഇക്കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ പ്രേമചന്ദ്രൻ നിരവധി അവിടെ ഈ തടസ്സവാദങ്ങൾ ഉന്നയിക്കുക കൂടി ചെയ്ത ആളാണ്, ഭരണഘടനാപരമായി തന്നെയുള്ള അവകാശം ഉപയോഗിച്ച ആളാണ്. എങ്ങനെ അവിടെ സ്പീക്കർ ഇത് അനുവദിച്ചത്? ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഐസ് ആൻഡ് നോസ്, ഒരു ബില്ല് അവതരിപ്പിക്കുന്നതിന് പ്രതിപക്ഷം ഡിവിഷൻ ചോദിക്കുമ്പോൾ അല്ല, എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും ഐസ് ആൻഡ് നോസ്, അത് ശബ്ദവോട്ടോടു കൂടി പാസ്സാക്കി എടുക്കാം എന്ന് അങ്ങനെ സ്പീക്കർ അങ്ങനെ പറയുക എന്ന് വെച്ചാൽ സ്പീക്കർ ആരുടെ ചട്ടുകമായി മാറുന്നു? ഇപ്പം നമ്മൾ നാരീശക്തിയെക്കുറിച്ചും മറ്റു കാര്യങ്ങളും ബഹുമാന്യനായ സുഹൃത്ത് ശ്രീ ജയചന്ദ്ര മാഷയുടെ ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാനൊന്ന് ചോദിക്കട്ടെ അദ്ദേഹത്തിനോട്, ഇന്ത്യയുടെ പാർലമെൻറ്റ് എന്നുള്ളത് ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച്, ഈ ഭരണഘടനയിലെ 79 ആർട്ടിക്കിൾ 79 അനുസരിച്ച് ഇന്ത്യയുടെ പാർലമെൻറ്റ് എന്നുള്ളത് there shall be a parliament for the union which shall consist of the president and 2 houses to be known respectively as the council of states and the house of the people. ഞാനിത് എടുത്തത് ബോധപൂർവമാണ്. പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം നടത്തി. ഈ പാർലമെൻറ്റിൽ അംഗമല്ല എങ്കിൽ പോലും രാഷ്ട്രപതി ഇല്ലാതെ പാർലമെൻറ്റ് ഇല്ല, മനസ്സിലായില്ലേ? ഉപരാഷ്ട്രപതി പാർലമെൻറ്റിൻ്റെ ഭാഗമായി പറയുന്നില്ല. ആ രാഷ്ട്രപതിയെ അവരൊരു വനിതയാണ്, അവർ ഒരു പട്ടികവർഗ വിഭാഗത്തിൽ ആദിവാസി ഗോത്ര വിഭാഗത്തിൽ വന്നു എന്നൊക്കെ BJP അവരുടേതായിട്ടുള്ള അത്തരത്തിൽ അഭിമാനപൂർവ്വം പറയട്ടെ, ഒക്കെയാണ്. അകാലത്തിൽ വിധവയായ ഒരു അമ്മയാണ്. എന്തേ ശ്രീമതി മുർമുവിനെ ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല, വിളിച്ചില്ല, അർഹമായ ആദരവ് നൽകിയില്ല, ഒഴിവാക്കി മാറ്റി നിർത്തി? 1. 2, ഈ കൗൺസിൽ ഓഫ് ദ സ്റ്റേറ്റ്സിൽ ഈ പറയുന്ന സംവരണം വേണ്ടേ ശ്രീജ? ഹൗസ് ഓഫ് ദ പീപ്പിളിൽ മാത്രം മതിയോ? അപ്പോൾ അതായത് ഇവിടെ ഈ വർധനം ഉണ്ടാവാമെന്ന് പറയുമ്പോഴും സിക്കിം പോലെ അതുപോലെ മണിപ്പൂർ പോലെ ചില സംസ്ഥാനങ്ങളിൽ നിന്ന് അപ്പോഴും ഒരു രാജ്യസഭാ അംഗമേ ഉണ്ടാവുള്ളൂ. ഭാവിയിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഇതൊരു വളരെ ദീർഘവീക്ഷണത്തോടു കൂടി കൊണ്ടുവരുന്നതായിട്ടുള്ളൊരു ഗെയിമാണിത്.
അത് ഈ ഒരു ആഭ്യന്തര കൊളോണിയലിസത്തിൻ്റെ രാഷ്ട്രീയമായ മാനങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ഈ ചർച്ച തുടർന്നും നടക്കട്ടെ. ഇക്കാര്യത്തിൽ രാജ്യസഭയിൽ ഒരംഗം മാത്രം ചില സംസ്ഥാനങ്ങളിൽ നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. ആ ചെറിയ സംസ്ഥാനങ്ങളാണ് എന്നുള്ളത് കൊണ്ട് അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കപ്പെടുന്നു. ഇവിടെ 1/3 ഈ ഭാഗം വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നു. 545 പേരുടേതാണ് അംഗസംഖ്യ എന്ന് പറയുന്നുവെങ്കിൽ അതിനെ സംബന്ധിച്ച് ശരി, അതിൻ്റെ 33% 180 പേര് വനിതകളുടേതായിട്ടുള്ള പുതിയ മണ്ഡലം വരുന്നുണ്ടോ? നിലവിലുള്ളത് വെച്ച് ഇല്ല. ശരി, അപ്പോൾ 2011 കാനേഷുമാരി കണക്കെടുപ്പ് വെച്ചുകൊണ്ട് ചെയ്യുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ഈ കാനേഷുമാരി കണക്കെടുപ്പ് അതിൻ്റെ 10 കൊല്ലം കഴിഞ്ഞ് എന്തേ നടന്നില്ല? നമ്മൾ ഈ ചർച്ച നടത്തുന്ന 2026-ലാണ്. ആരാണ് സെൻസസ് നടത്തേണ്ടിയിരുന്നത്? അത് ഇന്ത്യ ഗവൺമെൻറ്റാണ്. ഈ ഇന്ത്യ ഗവൺമെൻറ് ഇത് ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഇവിടെ സംസ്ഥാന 50% വർധനവ് പറയുമ്പോഴും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഈ പറയുന്ന ഫെഡറൽ ലെജിസ്ലേച്ചറിൽ അവരുടെ രാഷ്ട്രീയമായ അവരുടേതായിട്ടുള്ള ആ രാഷ്ട്രീയമായ അവരുടെ ഇടപെടൽ ശേഷിയിൽ ആനുപാതികമായി കുറവുണ്ടാവും. ആനുപാതികമായ വർധനവ് ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുണ്ടാകും. അതായത് 19ാം ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ തങ്ങൾക്ക് കൈവശത്തിൽ ഇത്തരത്തിൽ മാനേജ് ചെയ്യാൻ, മാനിപ്പുലേറ്റ് ചെയ്യാൻ, ജെറിമാൻഡറിങ് നടത്തിയ ഈ പറയുന്നതായിട്ടുള്ള മണ്ഡലങ്ങൾ വെച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിലേക്ക് എന്നുള്ള നിലയിലേക്ക് ഇതിലെന്തെങ്കിലും പിശകുകൾ കണ്ടെത്തിയാൽ പാത്തു നിന്നവന് 10 പണം പിഴ എന്ന് ഞങ്ങൾ തിരുവനന്തപുരംകാർ പറയുന്നത് പോലെ ചില കാര്യങ്ങൾ മാപ്പ് പറയുന്ന പ്രധാനമന്ത്രിയോട് ഞാൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് നിർത്താം. ഓർമ്മയുണ്ട് നമ്മൾ ഇപ്പോൾ ഡീമോണിറ്റൈസേഷൻ കൊണ്ടുവന്നത് ഷീജ? ആജ് രാത് കെ ബാദ് അല്ലേ? എന്താ പറഞ്ഞത്? ദേശവിരുദ്ധരെ കണ്ടെത്താൻ, പിടികൂടാൻ, ജയിലിലടയ്ക്കാൻ, ഇവിടെ കള്ളനോട്ട് വ്യാപകം, ഇതെല്ലാം പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലോക്സഭയിൽ പറഞ്ഞത് എന്താണ്? ഗവൺമെൻറ് ഞങ്ങളല്ല തീരുമാനിച്ചത്, RBI ആണ്. RBI സുപ്രീം കോടതിയിൽ എന്താ പറഞ്ഞത്? ഞങ്ങളല്ല, ഗവൺമെൻറ്റാണ് തീരുമാനിച്ചത്. സോ ദ ക്വസ്റ്റ്യൻ ഇസ് വെരി സിമ്പിൾ ആൻഡ് പ്യുവർ. എന്താ? ഹൂസ് ചൈൽഡ് ഇറ്റ് വാസ്? പ്രധാനമന്ത്രി രാഷ്ട്രത്തോട് മാപ്പ് പറഞ്ഞു ഇല്ലേ? അത് കഴിഞ്ഞിട്ട് ഈ ഫാം ലോസ് കൊണ്ടുവന്നു, കർഷക നിയമങ്ങളിലെല്ലാം അത് ഓർഡിനൻസിനെയാണ് വളരെ പെട്ടെന്ന് കൊണ്ടുവന്ന് പ്രതിപക്ഷ അംഗങ്ങളെ പുറത്താക്കിക്കൊണ്ട് അത് ചുട്ടെടുക്കുന്നത് പോലെ തന്നെ അത്തരത്തിൽ അപ്പം ചുട്ടെടുക്കുന്ന ലാഘവം ഇതിനേക്കാൾ കൂടുതൽ നേരമെടുക്കുന്നതാണ്. ഈ 4 ബില്ലുകൾ പാസ്സാക്കിയെടുക്കുന്നതിന് കാണിച്ചതായിട്ടുള്ള ഒരു വല്ലാത്ത ചടുലതയുണ്ട്. അതിനെല്ലാം അഭിനന്ദിച്ചുകൊണ്ട് BJP നേതാക്കളടക്കം ചർച്ചകളിൽ പങ്കെടുത്തു. ഞങ്ങൾ എതിർത്തു, ഞങ്ങളെ ദേശദ്രോഹികളെന്ന് വിളിച്ചു. ഇതേ പ്രധാനമന്ത്രി മാപ്പ് പറഞ്ഞു ഇല്ലേ? അപ്പോഴും ഇത് തന്നെയാണല്ലോ നടന്നത്. ഇനി വേറൊന്നിവിടെ FCRA ബില്ല് കൊണ്ടുവന്നു. ഈ FCRA ബില്ല് ഇപ്പോൾ കൊണ്ടുവന്നു. നമ്മൾ ഇത്രയൊക്കെ രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞപ്പോഴും പിന്നീടുള്ള തെരഞ്ഞെടുപ്പിലും BJP തന്നെ അധികാരത്തിൽ വന്നില്ലേ? BJP ഒറ്റക്കല്ല അധികാരത്തിൽ വന്നത്. 400 ബാർ എന്ന് പറയുമോ, 400 ബീസ് എന്ന് ഞാൻ കളിയാക്കി പറയുന്നില്ല. ഈ ഒരു കാര്യത്തിനെ സംബന്ധിച്ച് ജനങ്ങളെല്ലാം അങ്ങനെ ഇത് ബൃന്ദാക്കാരായിട്ട് പറഞ്ഞതുപോലെ ഈ കൊണ്ടുവന്നിട്ടുള്ള ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്ത് ഭരണഘടനാ ഭേദഗതി കൂടി ചേർത്തുമ്പോൾ ഇറ്റ് ഈസ് നത്തിങ് എൽസ് ബട്ട് ചീറ്റ്. ഐ പുട്ട് ഇറ്റ് ഇൻ ക്യാപിറ്റൽസ്. അവർ പറഞ്ഞതാണ് CHEAT. ഒരു കാര്യം കൂടി പറഞ്ഞു ശ്രീമതി ബൃന്ദാക്കാരാട്ട്. ഇന്നത്തെ യൂണിയൻ ക്യാബിനറ്റിൽ ശ്രീമതി സുഷമാ സ്വരാജിനെ പോലെ അത്തരത്തിൽ ശക്തമായ നിലപാടെടുക്കാനും എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു വനിതാ നേതാവ് അങ്ങനെ മന്ത്രിസഭയിൽ ഇല്ലാത്തതിൻ്റെതായ ദുര്യോഗം നമ്മൾ അറിയുന്നു. ഷീജ ചോദിച്ച ചോദ്യത്തിന് ഒരു കാര്യം കൂടി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് ആ മുന്നണിയിലുള്ളവർക്ക് എല്ലാം കൂടി കിട്ടിയത് 46.2% വോട്ടാണ്. ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നത് ഞങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും പരസ്പരം ഞങ്ങൾ തമ്മിൽ പല വിധത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിലും 41.3% എന്നുകൂടി മനസ്സിലാക്കണം. ഇന്ത്യയിലെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകൾ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് നടപ്പാക്കുമ്പോൾ മുമ്പ് VMS നമ്പൂതിരിപ്പാട് ജീവിച്ചിരുന്ന കാലത്ത് AB വാജ്പേയി അടക്കം യോജിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ സമൂലമായ പരിഷ്കരണം അനിവാര്യമാണ്. ഭാഗികമായ ലിസ്റ്റ് സമ്പ്രദായം അടക്കം ഉൾപ്പെടുത്തണം. ശ്രീലങ്കയിലെല്ലാം അങ്ങനെയുണ്ട്. ശ്രീ NK പ്രേമചന്ദ്രൻ, നമ്മുടെ അങ്ങ് സാമ്പത്തിക മേഖല കൂടി നന്നായി ശ്രദ്ധിക്കുന്ന ഒരാളായതുകൊണ്ട് ലോകത്ത് തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് നമ്മുടേത്. പക്ഷേ നമ്മുടെ ജെൻഡർ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നമുക്ക് അത്രയേറെ അഭിമാനത്തോടെ പറയാവുന്ന ഒന്നല്ല. സ്ത്രീകളെ എത്രത്തോളം വർക്ക് ഫോഴ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് എന്നതൊക്കെ നമുക്ക് അല്പം പിറകിൽ തന്നെ നമ്മൾ നിൽക്കുന്നതാണ്. 40% മാത്രമേ ഉള്ളൂ ഒരു ആഗോള ശരാശരിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടേത്. ഇനി നമ്മൾ സ്ത്രീകൾക്ക് ഇഷ്ടം പോലെ ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും ഒരുപാട് പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ട്. ഈ ഭരണ പങ്കാളിത്തം ഉറപ്പുവരുത്തി അതിന് അവസരം കൊടുത്ത് അവരെ മുകളിലേക്ക് കൊണ്ടുവരുന്നതിനപ്പുറം അവർക്ക് ഈ ഫ്രീ ബീസ് കൊടുത്തിരുത്തുക എന്ന് പറയുന്നത് ഒട്ടും പരിഷ്കൃതമായ നമ്മളെപ്പോലെ വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ചേരുന്നതല്ല. അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കാനുള്ള ഒരു അവസരം നിഷേധിച്ചു എന്നൊരു സൂചന ഡോക്ടർ ഗോപകുമാർ പറഞ്ഞപ്പോൾ അതിലുണ്ടായിരുന്നു. അതിലൊരു വാസ്തവമില്ലേ? ഇല്ല, ഈ ഫ്രീ ബീസിൻ്റെ കാര്യത്തിൽ ഞാൻ 100% യോജിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഫ്രീ ബീസ് പ്രഖ്യാപിക്കുന്നതിനെ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു നിയമനിർമ്മാണം രാജ്യത്ത് ആവശ്യമാണ്.
അതിനകത്ത് പ്രതിപക്ഷത്തെ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആരോപിക്കാൻ കഴിയില്ല. ഇപ്പോൾ ബംഗാളിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടു, തൃണമൂൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചതിൻ്റെ 3 ഇരട്ടിയാണ് BJP പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ ഭാവിയിൽ പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഗവൺമെൻറ്റുകളും രാഷ്ട്രീയ പാർട്ടികളും പ്രഖ്യാപിച്ച് നടപ്പാക്കുന്ന ഈ ഫ്രീ ബീസ്, അതിന് വ്യക്തമായ നിയന്ത്രണത്തിനാവശ്യമായിട്ടുള്ള സംവിധാനം നിയമം മൂലം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ ഇവിടെ ശ്രീ ചോദിച്ച ചോദ്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം, ഒരു സംശയവും വേണ്ട. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് അവരുടെ ഭരണനിർവഹണ പ്രക്രിയയിലെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് അവരുടെ പൊളിറ്റിക്കൽ എംപവർമെൻ്റാണ്. രാഷ്ട്രീയമായ അധികാരവൽക്കരണം നടക്കണമെന്നുണ്ടെങ്കിൽ പാർലമെന്റിലും നിയമസഭയിലും ജനായത്ത സമിതികളിലുമുള്ള അവരുടെ പ്രാതിനിധ്യം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയണം. നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 33% സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് ശ്രീ നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കൊണ്ടുവന്ന 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതി നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലടക്കം നടപ്പാക്കിയിട്ടുള്ള പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം നിലവിൽ വന്നു കഴിഞ്ഞപ്പോൾ 1995 മുതൽ 2025 വരെയുള്ള കേരളത്തിൻ്റെ മാത്രം ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ 10,000-കണക്കിന് സ്ത്രീകളാണ് ജനപ്രതിനിധികളായി മികവാർന്ന നിലയിൽ പെർഫോം ചെയ്യുന്നവരായി രംഗത്തേക്ക് വന്നത്. എന്തുകൊണ്ടതുണ്ടായി എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട. ആ 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതി നിയമത്തിൽ നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീ ജയചന്ദ്രൻ അദ്ദേഹം ചോദിച്ചല്ലോ, എന്ത് ചെയ്തു ഇതിനു മുമ്പ് കോൺഗ്രസും അല്ലെങ്കിൽ മറ്റ് കക്ഷികളുമൊക്കെ അധികാരത്തിലിരുന്നപ്പോൾ? വനിതാ സംവരണം ഭരണഘടനാപരമായ വ്യവസ്ഥയാക്കി രാജ്യത്ത് പ്രാവർത്തികമാക്കിയ ഒരു ഗവൺമെൻറ്റാണ് മുൻകാലങ്ങളിൽ അധികാരത്തിലിരുന്നൊരു ഗവൺമെൻറ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി രാജ്യത്തുണ്ടായിട്ടുള്ള നിശബ്ദമായ വിപ്ലവം, നിശബ്ദമായിട്ടുള്ള മാറ്റം നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ആ അഭിപ്രായത്തോട് ഞാൻ 100% യോജിക്കുന്നു. അതിനകത്തൂടെ അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ഇപ്പൊ കോൺഗ്രസും BJPയും ഇടതുപക്ഷവും തമ്മിൽ ഒരു തർക്കവും നമുക്ക് പ്രതിപക്ഷത്തിന്റെ ഐക്യം ഞാൻ ഉത്തരം പറയാം. അവസരം വൈകുകയല്ലേ? ഒരു കാര്യം അത് ഞാൻ പറയാം. നേരത്തെ ബഹുമാനപ്പെട്ട ഗോപകുമാർ സാർ പറഞ്ഞതിന് കൂടി പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അദ്ദേഹം ചോദിച്ച അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിച്ച വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു ആശങ്കയാണ്. ശരിയാണ്, 2029 ഇപ്പോൾ നിലവിലുള്ള 106-ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2029 19-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് നടപ്പാക്കാൻ കഴിയില്ല. ഇത് നടപ്പാക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി ഗവൺമെൻറ് അറിയാമല്ലോ. ഞങ്ങൾ ബഹുമാനപ്പെട്ട ശ്രീ ജയചന്ദ്രൻ ചോദിച്ചല്ലോ, വായിച്ചു നോക്കാതെയാണോ ഒപ്പിട്ടതെന്ന്. വായിച്ചു നോക്കി ബോധ്യപ്പെട്ട് യുക്തിസഹമായി നടപ്പാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി നിയമത്തെയാണ് ഞങ്ങൾ അംഗീകരിച്ചത്. അത് 2029 മുമ്പ് ആ നിയമം നടപ്പാക്കാനുള്ള വ്യവസ്ഥകളോടുകൂടി പ്രായോഗികമാകുമെങ്കിൽ, പ്രായോഗികമാകാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണ്? രാജ്യത്ത് നിലവിലുള്ള നിയമമനുസരിച്ച്, ഭരണഘടനാ നിയമമനുസരിച്ച് 2026 സെൻസസ് കഴിഞ്ഞതിന് ശേഷമുള്ള ഡീലിമിറ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തുടർന്നത് നടപ്പാക്കാൻ കഴിയൂ എന്നൊരു നിയമവ്യവസ്ഥ നിൽക്കുമ്പോൾ അത് ഭേദഗതി ചെയ്യാൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഭേദഗതി നിയമം 2023 കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നില്ല? ഞങ്ങൾ 100% പിന്തുണയ്ക്കുമായിരുന്നു. പിന്നെ വളരെ പ്രസക്തമായ ഒരു കാര്യം ഈ ചർച്ചയിൽ രൂപപ്പെടാതെ പോയത്, ഇതിൻ്റെ പിന്നിൽ നിയമത്തിൻ്റെ വരികൾക്കിടയിലുള്ള വലിയ തോതിലുള്ള ചതിക്കുഴികൾ ധാരാളമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഗോപകുമാർ സാറിനൊക്കെ ആധികാരികമായി അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം, ഭരണഘടനയുടെ 82-ാം അനുച്ഛേദത്തിൻ്റെ 3-ാം ഉപവകുപ്പിൽ ഒരു കൃത്യമായ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് പോപ്പുലേഷൻ? അവിടെയാണ് ഞങ്ങൾ ഉയർത്തിയ മൗലികമായ പ്രശ്നം. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലും ഞങ്ങളുടെയൊക്കെ പ്രസംഗത്തിൽ ഞാൻ തടസ്സവാദം ഉന്നയിച്ചുകൊണ്ട് പറഞ്ഞത്, നിയമപരമായി നിലനിൽക്കത്തക്കതല്ല ഭരണഘടനയുടെ 82-ാം അനുച്ഛേദത്തിൽ ഭരണഘടനാപരമായി രാജ്യത്തുണ്ടാകേണ്ടുന്ന ഒരു ബാധ്യതയെ, ഒരു ഉത്തരവാദിത്വത്തെ പാർലമെന്റിന്റെ കേവലമായ ഭൂരിപക്ഷത്തോടുകൂടി നിർണയിക്കാൻ കഴിയുന്ന സ്ഥിതി മാറുക എന്ന് പറയുന്നത് ഭരണഘടനയുടെ ലെറ്ററിനും സ്പിരിറ്റിനും എതിരാണ്. ഞാനത് ഒരു വാക്കുകൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് വിശദീകരിക്കാം. അതിൽ പറയുന്നത് എന്താണ് പോപ്പുലേഷൻ? പോപ്പുലേഷൻ നിർണ്ണയിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് നിലവിലുള്ള ഭരണഘടനയിൽ അല്ലെങ്കിൽ ഭരണഘടനയുടെ സത്തയിൽ വളരെ വ്യക്തമായി 82(3) സൂചിപ്പിക്കുന്നത് ലാസ്റ്റ് പ്രൊസീഡിംഗ് സെൻസസ്, ഏറ്റവും ഒടുവിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള സെൻസസിൽ പറയുന്ന ജനസംഖ്യയാണ് അടിസ്ഥാന ഘടകമായി സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ കൊണ്ടുവന്ന ഭേദഗതി എന്താണെന്നറിയാമോ? ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതി അനുസരിച്ചാണെങ്കിൽ പാർലമെന്റ് കാലാകാലങ്ങളിൽ നിയമം മൂലം നിർണയിക്കും ഏത് സെൻസസ് എടുക്കണം. എന്തിനാണ് ആ വിവേചനാധികാരം നൽകുന്നത്?
എന്തുകൊണ്ട് ഭരണഘടനാ നിർമ്മാണ സഭ ഇത്തരത്തിലൊരു വ്യവസ്ഥ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് മാത്രമേ സെൻസസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അല്ലെങ്കിൽ ജനസംഖ്യ നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാറ്റം വരുത്താൻ കഴിയൂ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നാളെ BJP ഗവൺമെന്റിനോ അല്ലെങ്കിൽ തുടർന്ന് മറ്റേതെങ്കിലും ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സെൻസസ് ഉപയോഗിക്കാം. കാരണം പാർലമെന്റിലെ കേവലമായ ഭൂരിപക്ഷം മതി. 2/3 ഭൂരിപക്ഷം വേണ്ട ഭരണഘടന ഭേദഗതി ചെയ്യാതെ പാർലമെന്റിലെ സിമ്പിൾ മെജോറിറ്റി ഉപയോഗിച്ച് കേവല ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പറയാം ഞങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള സെൻസസ് 71 അല്ല, 2001 അല്ല, 2011 അല്ല, 2026 അല്ല, അതിനു മുമ്പുള്ള ഒരു സെൻസസ് വേണമെങ്കിലും എടുക്കാനുള്ള വിവേചനാധികാരം എന്തിനാണ് ഗവൺമെന്റിന് കൊടുക്കുന്നത്? അതിൻ്റെ പിന്നിൽ പതിയിരിക്കുന്ന അപകടം എന്താണ്? അപ്പോൾ അവിടെയാണ് ഞാൻ ഇത് കേവലമായി ഒരു വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട നിയമമാണോ? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇതുണ്ടാക്കിയത്? അപ്പോൾ അവിടെ വളരെ വ്യക്തമാണ്, കൃത്യമാണ് ഈ കാര്യത്തിൽ. ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു BJP ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ അജണ്ട ഇപ്പോഴും മറനീക്കി പുറത്തു വന്നിട്ടില്ല. അവർക്കിതിൽ എന്തൊക്കെയോ കാര്യമായിട്ടുള്ള ആലോചനകൾ ഈ കാര്യത്തിലുണ്ട്. അല്ലെങ്കിൽ 2/3 ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കേണ്ട അല്ലെങ്കിൽ 2/3 ഭൂരിപക്ഷം അനിവാര്യമായിട്ടുള്ളൊരു നിയമനിർമ്മാണം ഇത്രയും ലാഘവത്തോടുകൂടി നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച ഗ്രഹപാഠമില്ലാതെ അവതരിപ്പിച്ചൊരു പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ മറ്റെന്തെങ്കിലും ശ്രീജ തുടക്കത്തിൽ ഈ പരിപാടി ആരംഭിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ്, മറ്റെന്തൊക്കെയോ അജണ്ടയുണ്ടോ എന്ന ആശങ്ക, സംശയം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 370-ാം വകുപ്പ് ഭേദഗതി ചെയ്തപ്പോൾ സമാന സ്വഭാവത്തിലുള്ള നിരവധി വകുപ്പുകൾ ഭേദഗതി ചെയ്തപ്പോഴൊക്കെ രാവിലെ നിയമം കൊണ്ടുവരുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അന്ന് തന്നെ 3 വായനയും നടത്തി പാസ്സാക്കി എടുക്കുന്നതടക്കമുള്ള ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. സമാന സ്വഭാവത്തിൽ പുതിയ എന്തെങ്കിലും ഒരു ആലോചന കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടോ എന്ന കാര്യത്തെ സംബന്ധിച്ചുള്ള ആശങ്കയുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, വനിതാ സംവരണത്തിന്റെ കാര്യത്തിൽ പ്രധാന പ്രതിപക്ഷ കക്ഷികളെല്ലാം നേരത്തെ വിയോജിപ്പുണ്ടായിരുന്നു. ഞാനും ശ്രീ സമ്പത്തുമൊക്കെ 96 മുതൽ ലോക്സഭയിൽ ഉണ്ടായിരുന്നവരാണ്. അതിശക്തമായ വിയോജിപ്പ് അന്ന് BJPയിലും കോൺഗ്രസിലും ഇടതുപക്ഷത്തിലും ഒക്കെ പലതരത്തിലുള്ള വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം മാറി എല്ലാവരും ഒരു സമവായത്തിലെത്തി നല്ലൊരു രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെട്ട് 23-ൽ ഐകകണ്ഠേന നിയമം പാസ്സാക്കി അത് നടപ്പാകുമെന്ന ഘട്ടം വന്നപ്പോൾ ഇതിനെ മുഴുവൻ അട്ടിമറിക്കുന്ന നിലയിലൊരു ഭേദഗതി. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രീ ജയചന്ദ്രൻ പറഞ്ഞാൽ മതി, ഞങ്ങൾ വായിക്കാതെയും നോക്കാതെയും ആണോ ഇത് ഒപ്പിട്ട് കൊടുത്തതെന്ന് ചോദിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആ 2023-ലെ ഭരണഘടനാ ഭേദഗതി നിയമത്തെ നിങ്ങൾ ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം രാവിലെ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു. അന്ന് രാത്രി 10 മണിക്ക് എക്സ്ട്രാ ഓർഡിനറി ഗസറ്റിലൂടെ തന്നെ പഴയ 23-ലെ നിയമം നിലവിൽ വന്നതായി പ്രഖ്യാപിക്കുന്നു. അതിനൊരു ഉത്തരം പറയാമോ ശ്രീ ജയചന്ദ്രൻ? അവർക്ക് രണ്ടുപേർക്കും കൂടെ സമയം കൊടുക്കേണ്ടതുകൊണ്ട് മാത്രമാണ്. ഞാൻ നേരത്തെ അങ്ങ് പറഞ്ഞു ഈ അസാധാരണം എന്ന വാക്കിനെ അങ്ങ് പരിഹസിച്ചല്ലോ. ശ്രീ NK പ്രേമചന്ദ്രന് മറുപടി പറഞ്ഞാൽ മതി, ഞാനൊരു ചോദ്യമായിട്ട് ചോദിക്കുന്നില്ല. പക്ഷെ അപ്പോഴും ചില സംശയങ്ങൾ ഉള്ളത്. ഈ 850 എന്ന നമ്പർ എവിടെ നിന്നാണ് വന്നത്? അതെന്താണ് ആ നമ്പറിന് പിന്നിലെ സാങ്കത്യം? എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. എന്താണ് ആ നമ്പർ, ആ മാജിക് നമ്പർ എങ്ങനെ ഉണ്ടായി? ശ്രീജ, 850 എന്ന നമ്പർ കേന്ദ്ര ഗവൺമെൻറ് എവിടെയെങ്കിലും ഒഫീഷ്യലായിട്ട് രേഖപ്പെടുത്തിയതാണോ? താങ്കൾക്ക് എങ്ങനെയാണ് ഈ 850 നമ്പർ കിട്ടിയതെന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ താങ്കളോട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ഇവരുടെ എല്ലാവരുടെയും ചോദ്യം എനിക്കും BJPക്കും എതിരെയാണല്ലോ. അതുകൊണ്ട് മറ്റു രണ്ടവർ കൊണ്ടുകൂടർക്കും കൊടുത്ത ഒരു മര്യാദ കൂടുതലൊന്നും എനിക്ക് വേണ്ട. സമയം കൂടുതലാകുമ്പോൾ നിങ്ങൾ ഇടപെട്ടോളൂ, ഇടയ്ക്ക് തടസ്സപ്പെടുത്തില്ല എന്ന് ഞാൻ നിങ്ങളുടെ ആമുഖമായിട്ട് പറയുകയാണ്. എന്തെല്ലാം സത്യങ്ങളും അർത്ഥസത്യങ്ങളുമാണ് ഇവരിങ്ങനെ വെച്ച് പിടിപ്പിക്കുന്നത്. സമ്പത്ത് സാർ, പ്രേമചന്ദ്രൻ സാർ, നമ്മളൊക്കെ കേട്ടും കൊടുത്തുമാണല്ലോ ചർച്ച ചെയ്യുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, അത് ദയവ് ചെയ്ത് ഇടപെടരുത് സാർ. നോക്കൂ, ഞാൻ വായിച്ചു നോക്കിയാണോ ഒപ്പിട്ടത് എന്ന് കൊള്ളേണ്ടടുത്ത് കൊണ്ടതായിട്ട് എനിക്ക് തോന്നുന്നു. ഇന്നലെ വരെ ഇവരുൾപ്പെടെ ചർച്ചയിൽ വന്ന് പറഞ്ഞത് എന്താണ്? ഡീലിമിറ്റേഷനും വിമൻ റിസർവേഷനും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നു, വായിച്ചു നോക്കാതെയാണ് ഒപ്പിട്ടത് എന്ന് ചോദ്യം ഇത്രയധികം പ്രകോപിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഇവർക്കൊക്കെ അറിയാം ഇത് രണ്ടും പരസ്പര ബന്ധിതമാണ്. പരസ്പര ബന്ധിതമായിട്ട് തന്നെയാണ് ഇത്തരമൊരു ഉദ്യമത്തിന് കേന്ദ്ര ഗവൺമെൻറ് തുനിഞ്ഞത്. അതിനിടയ്ക്ക് ശ്രീജ ചോദിച്ചു, നഷ്ടപ്പെടുത്തി എന്ന ആരോപണത്തിന് നിങ്ങൾ നേരിടേണ്ടി വരില്ലേ? അതൊരു ആരോപണമാണോ ശ്രീജ? ഒരു യാഥാർത്ഥ്യമല്ലേ? ഈ വിമൻ റിസർവേഷൻ ബില്ലായാലും കേരളത്തിൽ ഭരണഘടനയുടെ 81, 82, 170-ാം വകുപ്പ് പ്രകാരമുള്ള ഡീലിമിറ്റേഷൻ പ്രകാരമായാലും കേരളത്തിൽ നഷ്ടപ്പെടും എന്നുള്ളൊരു യാഥാർത്ഥ്യമല്ലേ? ആ യാഥാർത്ഥ്യത്തെ കൂടുതൽ ആക്കാതെ അതിനുള്ള ഒരു പരിഹാരം നിർദ്ദേശിച്ചപ്പോൾ അത് തടസ്സപ്പെടുത്തുകയും, ഞാൻ ചോദിക്കട്ടെ,
കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് ആര് വിചാരിച്ചാലും അത് BJP-യോ കോൺഗ്രസോ CPM-ഓ ഫോർവേഡ് ബ്ലോക്കോ RSP ആവട്ടെ 81, 82, 170 വകുപ്പ് പ്രകാരം ജനസംഖ്യാനുപാതികമായി ഡീലിമിറ്റേഷനെ തടസ്സപ്പെടുത്താൻ എത്ര ഇഞ്ച് നെഞ്ച് വിരിച്ച് മുമ്പിൽ നിന്നാലും നടക്കുമോ? അതുപ്രകാരം കേരളത്തിന് 30 സീറ്റെങ്കിലും കിട്ടുമോ? അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പകുതി കൂടി തരാമെന്നുള്ള വാഗ്ദാനം പാലിക്കുമോ? അതുവഴി കേരളത്തിലെ വനിതാ സംവരണത്തിൽ കേരളത്തിലെ വനിതകൾക്ക് കിട്ടുമായിരുന്ന 10 സീറ്റ് 5 അതിൽ താഴെയാക്കി കുറച്ച മഹാപാതകത്തിന് ഇവർ കൂട്ടുനിന്നില്ലേ? അതിന് നോക്കൂ, ഈ ചർച്ചയിൽ തന്നെ എന്തൊക്കെ അസത്യങ്ങളും അർത്ഥസത്യങ്ങളുമാണ് പറയുന്നത്. ഞാൻ എടുത്തു നോക്കിയായിരുന്നു, എവിടെയാണ് ഇന്ത്യയുടെ ഭരണഘടന ഫെഡറൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾ 1 ആണോ താങ്കൾ പറയുന്നത്? ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. എവിടെയാണ് സർ ഇറ്റ് ഈസ് എ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്? ഞാൻ അരിച്ചു പറിക്കി നോക്കി, ഗ്ലോക്കിനോടും ഗൂഗിളിനോടും ഒക്കെ ചോദിച്ചു, എവിടെയെങ്കിലും ഇന്ത്യ ഈസ് എ ഫെഡറൽ സ്റ്റേറ്റ് എന്ന് പറയുന്നുണ്ടോ? ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല, എൻ്റെ കൊച്ചു സംസ്ഥാനം പോലും ഇന്ത്യ രാജ്യം രൂപീകരിക്കപ്പെട്ട കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അതന്ന് ഫെഡറേഷൻ്റെ ഭാഗവുമല്ല, യൂണിയൻ ഓഫ് സ്റ്റേറ്റിൻ്റെ ഭാഗവുമല്ല. ഭരണ സൗകര്യത്തിന് വേണ്ടി ഇനിയും 28 ഉണ്ട്, 36, 48 ഒക്കെ ആകും. ഇനി ഈ ചർച്ചയൊക്കെ പോകുന്നത് എങ്ങോട്ടാണ് സീജ? കേന്ദ്രം കാലാകാലം BJP മാത്രമായിരിക്കും, ഉത്തരേന്ത്യ ഒക്കെ BJP-ക്ക് മാത്രമായിട്ട് ഇവർ തീർ കൊടുത്തതാണോ? കേരളം എക്കാലവും ഇവർക്ക് മാത്രമായിട്ട് ആരെങ്കിലും തീരെഴുതി വെച്ചിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഗോപസോഫർ സാർ ഒഴികെ 2 പേരും ദേശീയ സാർവദേശീയ പാർട്ടികളുടെ പ്രതിനിധികളാണ്. എന്തിനാണ് നമ്മൾ ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ എന്ന് പറഞ്ഞ് ഒതുങ്ങുന്നത്? സർവ്വരാജ്യത്തിലേക്കും ലോകമെമ്പാടും പടർന്നു പന്തലിച്ച് സോഷ്യലിസവും മാർക്സിസവും ജനാധിപത്യവും ഒക്കെ പടർന്നു പന്തലിക്കേണ്ടി വരുമ്പോൾ നമ്മളിങ്ങനെ ഒതുങ്ങണോ? കാലാകാലങ്ങളിലായിട്ട് ഇന്ത്യൻ ഭരണകൂടം BJP-ക്ക് മാത്രമായിട്ട് തീരെഴുതപ്പെടാൻ സാധിക്കുമോ? കേരളം നിങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടുമോ? ദക്ഷിണേന്ത്യ മാത്രമായിട്ട് വരുമോ? കർണാടക അങ്ങനെ ആർക്കും തീർത്തെഴുതി വെച്ചിട്ടുണ്ടോ? ആന്ധ്രാപ്രദേശ് അങ്ങനെ കിട്ടുമോ? ഇതൊക്കെ ബാലിശമായ വാദങ്ങളാണ്. പകരം ഞാൻ പറയും, ഭരണകൂടങ്ങൾ വരും, രാഷ്ട്രീയ പാർട്ടികൾ അസ്തമിക്കും, പുതിയത് വരും, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. ഒരു കാര്യം ശരിയാണ്, യൂറോപ്യൻ രാജ്യങ്ങളിൽ ജനാധിപത്യം പൂത്തലഞ്ഞപ്പോൾ സ്വാഭാവികമായി ഉണ്ടായ സ്ത്രീ പ്രാതിനിധ്യം. ഈ 2 പേരോട് ഞാൻ ചോദിക്കട്ടെ സർ, കേരളത്തിലൊരു കേരം തിങ്ങുന്ന കേരള നാട്ടിലൊരു കേരളത്തിലെ വനിതാ മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് അവസരം കിട്ടിയ ഏതെങ്കിലും ഒരു അവസരത്തിൽ ആ ഒരു അവസരം ഔദാര്യം അവർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടോ? എന്തിനേറെ പറയണം, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങളുടെ സാർവലൗകികതയും മത സഹോദര്യവും ഈ ജീവകാരുണ്യ പ്രവർത്തനവും ഒക്കെ നമ്മൾ പറയും. ഈ ബില്ലിനെ കുറിച്ച് നിങ്ങൾക്ക് വർഷം നമുക്ക് മായ്ച്ചു കളയാം. എന്തേ നമ്മുടെ സഹോദരിമാർക്ക് നിങ്ങളാരും ഭരിച്ച കാലഘട്ടത്തിൽ ഞങ്ങൾ നൽകിയ, അത് വലിയൊരു ഔദാര്യമൊന്നുമല്ല, ഞങ്ങളെങ്കിൽ ഞങ്ങളേറ്റവും പിന്തിരിപ്പന്മാരും ഞങ്ങളേറ്റവും പിന്നോക്കക്കാരും ഞങ്ങളേറ്റവും വെറുക്കപ്പെടേണ്ടവരുമായ പ്രസ്ഥാനമാണെന്നാണ് ഇവരുടെയൊക്കെ ഭാഷ്യം. ഞങ്ങൾ നൽകിയ പരിഗണനയെങ്കിൽ നിങ്ങൾ നൽകിയിട്ടുണ്ടോ? ഉത്തരം പറയേണ്ടതാണ്. ജയചന്ദ്രൻ മാസ്റ്റർ, ഡോക്ടർ ജി ഗോപകുമാർ ഇങ്ങനെയുള്ള പാനലിസ്റ്റ് ആയതുകൊണ്ടും അവർ പറയുന്നത് മുഴുവനായി കേൾക്കണം എന്നതുകൊണ്ടുമാണ് ഇത് നീണ്ടുപോകുന്നത്, ഇടപെടൽ കുറഞ്ഞു പോകുന്നതും. ഇപ്പോൾ എന്തായാലും ഇനി 23-നും 29-നുമായി 2 തെരഞ്ഞെടുപ്പുകൾ നമുക്ക് മുന്നിൽ വരുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ ചിന്തകളുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ മുഴുവൻ കാര്യങ്ങൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രതിഫലിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ തമിഴ്നാട്ടിൽ അത് എത്ര കണ്ട് പ്രതിഫലിക്കുമെന്ന് അറിയില്ല. നമുക്കറിയാം, നമ്മൾ അവിടുത്തെ DMK ഇതിനെ മറ്റൊരു തരത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ബംഗാളിലടക്കം ഇതെങ്ങനെയൊക്കെ പ്രതിഫലിക്കുമെന്നാണ് അങ്ങ് ഒരു രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളെന്ന നിലയ്ക്ക് തോന്നുന്നത്? വാസ്തവത്തിൽ ഇത് ഒരു പഠനം നടത്താതെ നമുക്കിതിൻ്റെ സ്വാധീനം, ഈ ബില്ലുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യാഘാതം എങ്ങനെയുണ്ടെന്നുള്ളത് ഒരു പഠനം നടത്താതെ ആധികാരികമായി പറയാൻ കഴിയില്ല. രാജ്യത്തിലെ വനിതകൾ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നത് വളരെ കുറച്ചാണ്, നമുക്ക് നന്നായിട്ട് അറിയാം. പാർലമെൻറ്റിൽ കഷ്ടിച്ച് 15% പോലും വനിതകൾ ഇപ്പോഴില്ല. നിയമസഭകളിൽ 9% ഉള്ളൂ ശരാശരി കണക്കനുസരിച്ച്. പക്ഷേ വോട്ട് ചെയ്യുന്നതിൽ വനിതകൾ ഒട്ടും പിറകിലല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ വനിതകൾക്ക് രാഷ്ട്രീയ പ്രാതിനിധ്യം കുറവാണെങ്കിലും തീർച്ചയായിട്ടും പങ്കാളിത്തത്തിൽ ഇലക്ടറൽ പാർട്ടിസിപ്പേഷനകത്ത് നന്നായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരിത് ശ്രദ്ധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും വനിതാ പ്രാതിനിധ്യത്തിന് ഇല്ലെങ്കിൽ വനിതകൾക്ക് സംവരണം നൽകുന്നതിന് രാഷ്ട്രീയ ഭൂമികയിൽ വലിയൊരു സ്വാധീനമുണ്ട്. കാരണം നമുക്ക് സാധാരണഗതിയിൽ സ്ത്രീകൾ ആലോചിക്കുന്ന പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അവർ വീട്ടിലെ കാര്യങ്ങൾ, വിലക്കയറ്റം, ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന വികസനം, പോഷകാഹാരം, ശുചിത്വം, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരുപക്ഷെ പുരുഷന്മാരെക്കാൾ ശുഷ്കാന്തി കാണിക്കുന്ന സ്ത്രീകൾ എന്നുള്ള നിലയിൽ അവരെ സംബന്ധിച്ചിടത്തോളം വനിതകളുടെ കാര്യങ്ങൾ ജനാധിപത്യത്തിൽ കൂടുതൽ പങ്കാളിത്തത്തോടുകൂടി പറയാൻ പറ്റുന്ന ഒരു അവസരം തീർച്ചയായിട്ടും വനിതകൾക്കുണ്ട്. ഇവിടെ നേരത്തെ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ച പോലെ
പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലൊക്കെ ഇത് വന്നപ്പോൾ തുടക്കകാലത്ത് കേരളത്തിൽ പോലും പല നേതാക്കന്മാരും അവരുടെ ബന്ധുക്കളെയാണ് സ്ഥാനാർത്ഥികളായി 95-ലും 2000-ലും ഒക്കെ നിർത്തിയത് നമ്മുടെ മുമ്പിൽ ഓർമ്മയുണ്ട്. കാരണം പൊളിറ്റിക്കൽ റിക്രൂട്ട്മെൻറ്റ് ആ നിലയ്ക്ക് നടന്നില്ല. അമ്മയോ സഹോദരിയോ ഭാര്യയോ അങ്ങനെയുള്ള അടുത്ത ആൾക്കാരെയാണ് ആദ്യഘട്ടങ്ങളിൽ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലൊക്കെ നടത്തിയത്. പിന്നീട് ഒരു കേഡർ കേരളത്തിലുണ്ടായി. അപ്പോൾ അതേപോലൊരു കേഡർ ഇപ്പോഴും രാജ്യത്തില്ല. പക്ഷേ വനിതകൾക്കിടയിൽ അവർക്കൊരു ലീഡർഷിപ്പിൻ്റെ ഒരു ടീം ഉയരേണ്ട കാലം വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് താങ്കൾ ചോദിച്ചതിനുള്ള മറുപടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിനൊരു സാങ്കത്യമുണ്ട്. ആ ജനങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്നലെ നടത്തിയ പ്രസ്താവന പ്രധാനമന്ത്രി പൂർണ്ണമാവുന്നതുകൊണ്ടാണ്. എന്തായാലും സ്ത്രീ സംവരണം 33% സ്ത്രീ സംവരണം എന്ന വലിയ സ്വപ്നം ഇനിയും ദൂരേക്ക് പോകുമെന്ന യാഥാർത്ഥ്യം അവിടെയുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ മറ്റെന്തെങ്കിലും നടപ്പാക്കാൻ അനുവദിച്ചില്ല എന്ന പ്രതിപക്ഷത്തിൻ്റെ അഭിമാനം ഒരു വശത്തിരിക്കുമ്പോഴും എത്ര ദൂരെയാണ് സ്ത്രീകൾക്ക് 33% സംവരണം എന്നതാണ് ചോദ്യം. വളരെ നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.